നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. +1, +2 ക്ലാസുകളിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് സ്കൂൾ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു. ഈ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ചിട്ടയോടെ ക്ലാസ് റൂമിൽ എത്തിക്കുകയും ക്വാളിഫൈഡ് വാർഡന്റെ സഹായത്തോടുകൂടി തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. +1, +2 ക്ലാസുകളിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് സ്കൂൾ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു. ഈ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ചിട്ടയോടെ ക്ലാസ് റൂമിൽ എത്തിക്കുകയും ക്വാളിഫൈഡ് വാർഡന്റെ സഹായത്തോടുകൂടി തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്.
നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. +1, +2 ക്ലാസുകളിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് സ്കൂൾ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു. ഈ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ചിട്ടയോടെ ക്ലാസ് റൂമിൽ എത്തിക്കുകയും ക്വാളിഫൈഡ് വാർഡന്റെ സഹായത്തോടുകൂടി തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്.
ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ. നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിന്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിന്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിന്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ
നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് സ്കൂൾ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു. ഈ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ചിട്ടയോടെ ക്ലാസ് റൂമിൽ എത്തിക്കുകയും ക്വാളിഫൈഡ് വാർഡന്റെ സഹായത്തോടുകൂടി തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് സ്കൂൾ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു. ഈ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ചിട്ടയോടെ ക്ലാസ് റൂമിൽ എത്തിക്കുകയും ക്വാളിഫൈഡ് വാർഡന്റെ സഹായത്തോടുകൂടി തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് സ്കൂൾ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു. ഈ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ചിട്ടയോടെ ക്ലാസ് റൂമിൽ എത്തിക്കുകയും ക്വാളിഫൈഡ് വാർഡന്റെ സഹായത്തോടുകൂടി തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് സ്കൂൾ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു. ഈ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ചിട്ടയോടെ ക്ലാസ് റൂമിൽ എത്തിക്കുകയും ക്വാളിഫൈഡ് വാർഡന്റെ സഹായത്തോടുകൂടി തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് സ്കൂൾ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു. ഈ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ചിട്ടയോടെ ക്ലാസ് റൂമിൽ എത്തിക്കുകയും ക്വാളിഫൈഡ് വാർഡന്റെ സഹായത്തോടുകൂടി തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് സ്കൂൾ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു. ഈ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ചിട്ടയോടെ ക്ലാസ് റൂമിൽ എത്തിക്കുകയും ക്വാളിഫൈഡ് വാർഡന്റെ സഹായത്തോടുകൂടി തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് സ്കൂൾ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു. ഈ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ചിട്ടയോടെ ക്ലാസ് റൂമിൽ എത്തിക്കുകയും ക്വാളിഫൈഡ് വാർഡന്റെ സഹായത്തോടുകൂടി തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് സ്കൂൾ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു. ഈ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ചിട്ടയോടെ ക്ലാസ് റൂമിൽ എത്തിക്കുകയും ക്വാളിഫൈഡ് വാർഡന്റെ സഹായത്തോടുകൂടി തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു.
എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോട് കൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോട് കൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് സ്കൂൾ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു. ഈ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ചിട്ടയോടെ ക്ലാസ് റൂമിൽ എത്തിക്കുകയും ക്വാളിഫൈഡ് വാർഡന്റെ സഹായത്തോടുകൂടി തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കാൻ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് സ്കൂൾ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കായി അവസരമൊരുക്കുന്നു. ഈ പ്രോഗ്രാമിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന്റെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് ചിട്ടയോടെ ക്ലാസ് റൂമിൽ എത്തിക്കുകയും ക്വാളിഫൈഡ് വാർഡന്റെ സഹായത്തോടുകൂടി തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നു. ഹലോ, ഹായ് മക്കളെ, എക്സാം കഴിഞ്ഞു. നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ വി ആർ ഡിസ്കസിങ് കീമിൻ്റെ കെമിസ്ട്രിയുടെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്. സോ 73ാമത്തെ ചോദ്യം, 73rd ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 mole മീഥെയിൻ. മീഥെയിൻ എല്ലാവർക്കും അറിയാലോ, 10 ഇലക്ട്രോൺസ് ആണ് മീഥെയിനിലുള്ളത്. 6ഉം 4ഉം 10 ഇലക്ട്രോൺസ് ആണ് മീഥെയിനിലുള്ളത്. അപ്പോൾ ഒരു മീഥെയിനിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. 1 mole മീഥെയിനിൽ എത്ര ഉണ്ടാവും? പറയേണ്ട കാര്യമില്ല. There will be 10 mole electrons. So there will be 10 into Avogadro number. ഏതാ വരിക?
It will be 10 into Avogadro number. Option box. Avogadro number into 10. അത്രയും ചെയ്താൽ മതി. റൈറ്റ്. അടുത്ത ചോദ്യം. Which of the following statement cannot be explained by proposal of Dalton's theory? Dalton's theoryയുടെ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. NCERTയിൽ നിന്ന് അതേപോലെ എടുത്തിരിക്കുന്നതാണ്, എല്ലാവർക്കും അറിയേണ്ടതാണ്. ആൻസർ ഓപ്ഷൻ സി. റൈറ്റ്. റീസൺ ഫോർ കമ്പൈനിങ് ഓഫ് ആറ്റംസ്, അതുമായിട്ടാണ് സ്റ്റേറ്റ്മെന്റ്സ് ബന്ധമില്ലാത്തത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, NCERTയിലുള്ള കമന്റ്സ് ആണ്. റൈറ്റ്. അടുത്ത ചോദ്യം. കറക്റ്റ് ഓർഡർ ഓഫ് വേരിയേഷൻ ഓഫ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി മാക്സിമം ആർക്കാണ് വരേണ്ടതെന്ന് നോക്കിയാൽ ആൻസർ കിട്ടുമോ? നിയോണിന് മാക്സിമം വരണം, എ തെറ്റാണ്. നിയോണിന് മാക്സിമം വരണം, അതാവാം. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. ഇവിടെ നിയോൺ മാക്സിമം വരാം. അപ്പൊ ബി ആണോ വരിക, ഇ ആണോ വരിക? നിയോൺ മാക്സിമം കഴിഞ്ഞാൽ പിന്നെ സീഷ്യം വരില്ലല്ലോ. സോ ദി ആൻസർ ഈസ് എലിഫന്റ്. നോക്കാം. നിയോൺ, പിന്നെ xenon, ലിത്തിയം, പൊട്ടാഷ്യം, സീഷ്യം. ദാറ്റ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. അപ്പൊ നിയോൺ മാക്സിമം നോക്കിയാൽ 3 ചോയ്സ് എടുത്ത് വലിച്ചെറിയാം. പിന്നെ ബാക്കിയുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആൻസർ ഇ ആണെന്ന് പറയാൻ സാധിക്കും. റൈറ്റ്. അടുത്ത ചോദ്യം. റോങ് സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദ്യം. ബോണ്ട് ഓർഡർ ഓഫ് He2 കറക്റ്റ് അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. Li2 മോളിക്യൂൾ ഡയാമാഗ്നറ്റിക്. Li2ല് എത്ര ഇലക്ട്രോൺസാ? 6 ഇലക്ട്രോൺസ് ആണ്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഡയാമാഗ്നറ്റിക് ആണ്. O2 contain 2 unpaired electron, പാരാമാഗ്നറ്റിക്. വളരെ പോപ്പുലർ ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് എല്ലാവർക്കും പ്രാക്ടീസ് ഉള്ള എക്സാമ്പിൾ ആണ്. C2 മോളിക്യൂൾ പാരാമാഗ്നറ്റിക് അല്ലല്ലോ. ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. C2 യെസ്, sp മിക്സിംഗിലൂടെ കോൺഫിഗറേഷൻ നൈട്രജന്റെ കോൺഫിഗറേഷൻ ആണ്. 6ഉം 6ഉം 12 ഇലക്ട്രോൺസ്. എങ്ങനെയാണോ ഫിക്സ് ചെയ്യാം? 12 ഇലക്ട്രോൺസിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെ വരിക? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2px2, സിഗ്മ 2py2. ഇങ്ങനെ കോൺഫിഗറേഷൻ വരിക. ഇറ്റ് ഷുഡ് നോട്ട് ബി പാരാമാഗ്നറ്റിക്. ഇറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ. നൈട്രജന്റെ കോൺഫിഗറേഷനിൽ ചെയ്യണം. സോ എൻഡിങ് കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? സിഗ്മ 2px2, സിഗ്മ 2py2 എന്നല്ലേ വരിക. അപ്പൊ അത് പാരാമാഗ്നറ്റിക് ആണെന്ന് പറഞ്ഞത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. യെസ്. അടുത്ത ചോദ്യം. റോങ് സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിക്കുന്നത്. റോങ് സ്റ്റേറ്റ്മെന്റ് 77ാമത്തെ ചോദ്യം. റോങ് സ്റ്റേറ്റ്മെന്റ്. ഡൈപോൾ ഇന്ററാക്ഷൻ. ഓപ്ഷൻ എ കറക്റ്റ് അല്ലേ മക്കളെ? 3 states of matter due to balance between. കറക്റ്റ് അല്ലേ? According to kinetic theory of gases, collision of perfectly elastic. Kinetic theory statement ആണ്. Strength of hydrogen bond depends upon coulombic interaction between lone pair of electrons, one atom to. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇവിടെ നോക്കൂ, ഇതല്ലേ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. Aqueous tension of water decreases with increase in temperature. തെറ്റല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ ഇവോപ്പറേഷൻ കൂടുകയല്ലേ ചെയ്യുക. വേപ്പർ പ്രഷർ കൂടും. Aqueous tension of water will increase. കേട്ടോ. സോ ദാറ്റ് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. 78ാമത്തേത്. ഹൈബ്രിഡൈസേഷൻ ഓഫ് xenon ഇൻ XeF2. ഹൈബ്രിഡൈസേഷൻ ഓഫ് xenon ഇൻ XeF2. Xeയിൽ 8 ഇലക്ട്രോൺസ്, 2 മോണോവാലന്റ് ആറ്റംസ്, 8 2 10 അല്ലെ. ബൈ 2 ചെയ്യുമ്പോൾ 5 ഇലക്ട്രോൺ പെയർ ആണ് വരിക. 5 ഇലക്ട്രോൺ പെയർ വന്നാൽ ഏതാ വരിക? sp3 ഡീഹൈബ്രിഡൈസേഷൻ. ഓപ്ഷൻ ബി എന്ന് വരണം. ഓപ്ഷൻ ബി വരണം. sp3 ഡീഹൈബ്രിഡൈസേഷൻ. ഓൾ ഓഫ് യു നോ ഇറ്റ് ഈസ് ab2 ടൈപ്പ് മോളിക്യൂൾ ആണോ? അല്ല, ab2 E3 ടൈപ്പ് മോളിക്യൂൾ ആണ്. ലീനിയർ സിസ്റ്റം ആണ്. ab3 E2 ടൈപ്പ് ab2 E3 ടൈപ്പ് മോളിക്യൂൾ ആണ്. sp3 ഡീഹൈബ്രിഡൈസേഷൻ വരണം. അടുത്ത ചോദ്യം. 79ാമത്തെ ചോദ്യം. ഇനോർഗാനിക് ബെൻസീൻ ഏതാണെന്ന് ചോദിക്കുന്നു. എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ് ഇനോർഗാനിക് ബെൻസീൻ. B3N3H6 ബെൻസീന്റെ അതേ സ്ട്രക്ചറിൽ വരുന്ന ഇനോർഗാനിക് ബെൻസീൻ. ബൊറാസീൻ എന്ന് പറയുന്ന, ബൊറാസോൾ എന്ന് പറയുന്ന ഡൈബൊറൈനും അമോണിയയും കൂടെ റിയാക്ട് ചെയ്ത് കിട്ടുന്ന ഒട്ടനവധി പ്രോഡക്ട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട NCERTയിൽ റെഫർ ചെയ്തിരിക്കുന്ന മോളിക്യൂളാണ് ഇനോർഗാനിക് ബെൻസീൻ. ബെൻസീന്റെ അതേ സ്ട്രക്ചറിലുള്ളത്. ഓപ്ഷൻ ഡി. റൈറ്റ്.
അടുത്ത ചോദ്യം, നമ്പർ ഓഫ് SS ബോണ്ട് ആൻഡ് നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ഇൻ S8 മോളിക്യൂൾ. ഓർമ്മയില്ല എല്ലാവർക്കും? ക്രൗൺ സ്ട്രക്ചർ ഓഫ് S8 മോളിക്യൂൾ NCERT-യിലുണ്ട്. S6ന്റെ ചെയർ കൺഫർമേഷനും S8ന്റെ ക്രൗൺ ഷേപ്ഡ് സ്ട്രക്ചറും ടെക്സ്റ്റിലുള്ളതാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ക്രൗൺ സ്ട്രക്ചറിലുള്ളത് പക്കേർഡ് റിംഗ് സ്ട്രക്ചർ, 8 സൾഫർ ആറ്റം ഫോം ചെയ്യുന്നത്. എത്ര SS ലിങ്കേജ് ഉണ്ടെന്നാണ് ചോദ്യം. 8 എണ്ണം ഉണ്ടാവും. എത്ര ലോൺ പെയർ ഉണ്ടെന്നാണ് ചോദ്യം. ഒരു സൾഫറിൽ 2 ലോൺ പെയർ വരണ്ടേ മക്കളെ? ഒരു സൾഫറിൽ 2 ലോൺ പെയർ വരണം. അപ്പൊ എത്രയായി? 8 സൾഫറിന് 16 ലോൺ പെയർ ആയി. 8ഉം 16ഉം ഏതാ ഓപ്ഷൻ വരിക? 8ഉം 16ഉം ഓപ്ഷൻ ബി വരണം. റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശരി. ഷേപ്പ് ഓഫ് XeOF4. Xeയിൽ 8 വാലൻസ് ഇലക്ട്രോൺ, സറൗണ്ടിങ് മോണോവാലന്റ് 4 എണ്ണം. 8 4 12, 6 ഇലക്ട്രോൺ പെയർ വരണം. 6 ഇലക്ട്രോൺ പെയർ വന്നാൽ ഏതാ ഹൈബ്രിഡൈസേഷൻ വരിക? sp3d2 എന്ന് വരണം. സോ ഇറ്റ് വിൽ ബി xenon 1 2 3 4 5 6. സോ ഇറ്റ് വിൽ ബി 4 ഫ്ലൂറിൻ വരും, പിന്നെ ഒരു ഓക്സിജൻ വരും, ഒരു ലോൺ പെയർ വരും. ഇറ്റ് വിൽ ഗോ ഫോർ സ്ക്വയർ പിരമിഡൽ ജോമെട്രി അല്ലെ? സ്ക്വയർ പിരമിഡ് ജോമെട്രി ആണ് വരിക. ഏതാ ചോയ്സ്? സ്ക്വയർ പിരമിഡ് എവിടെ? ഓപ്ഷൻ എ. സ്ക്വയർ പിരമിഡൽ ജോമെട്രി ഓപ്ഷൻ എ വരണം. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 82ാമത്തെ ചോദ്യം. നിക്കൽ ടെട്രാക്ലോറൈഡ് അയോണും നിക്കൽ ടെട്രാസയനൈഡും വളരെ പോപ്പുലർ ആയിട്ടുള്ള എക്സാമ്പിൾ. എത്രയോ പ്രാവശ്യം ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഏതാ വരാ? ടെട്രാഹീഡ്രൽ sp3 ഹൈബ്രിഡൈസ്ഡ് ടെട്രാഹീഡ്രൽ. ആര്? ഇയാള് ടെട്രാഹീഡ്രൽ വരണം. ബോത്ത് ടെട്രാഹീഡ്രൽ ആണോ? അല്ല, ഇത് സ്ക്വയർ പ്ലാനാർ ആണ്. ഏതാടാ വരിക? ടെട്രാഹീഡ്രൽ ആൻഡ് സ്ക്വയർ പ്ലാനാർ ഓപ്ഷൻ ഇ വരണം. ഓക്കെ. അടുത്ത ചോദ്യം. മെഗ്നീഷ്യം ആൻ ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ ദ ലിവിംഗ് വേൾഡ്. ഏത് കോമ്പൗണ്ടിലാ? എന്തിനാ സംശയിക്കുന്നത്? ക്ലോറോഫിൽ. ഇക്കോസിസ്റ്റം ബാലൻസ് ചെയ്യുന്ന ക്ലോറോഫിൽ. രണ്ടാമതൊന്ന് സംശയിക്കാനില്ല. റൈറ്റ്. അടുത്തത് ബേസിക് ക്യാരക്ടർ ഓഫ് ഹൈഡ്രൈറ്റ്സ്. അമോണിയ, നൈട്രജൻ ഫാമിലിയിലെ ഹൈഡ്രൈറ്റ്സിലെ ബേസിക് ക്യാരക്ടർ എങ്ങനെ വരാം? ഏത് ഹൈഡ്രേറ്റ് എടുത്താലും അസിഡിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പ് വിൽ ഇൻക്രീസ്, ബേസിക് ക്യാരക്ടർ വിൽ ഡിക്രീസ്. ബേസിക് ക്യാരക്ടർ നമ്മൾ ഗ്രൂപ്പ് 15 ആണ് പറയുക അല്ലെ? ബേസിക് ക്യാരക്ടർ താഴ്ത്തോട്ട് വരുമ്പോൾ കുറഞ്ഞു വരും. എന്ന് വെച്ചാൽ അമോണിയ മാക്സിമം താഴ്ത്തോട്ട് കുറയണം. ഏതാ? അമോണിയ, ഫോസ്ഫീൻ, ആർസെനിക്, ആന്റിമണി. അത് തന്നെയല്ലേ? അമോണിയ, ഫോസ്ഫീൻ, ആർസെനിക്, ആന്റിമണി താഴ്ത്തോട്ടേക്ക് റെഗുലർ ആയിട്ട് കുറയണം. ഓപ്ഷൻ എ തന്നെയല്ലേ? ഓപ്ഷൻ എ. ഡൗൺ ദ ഗ്രൂപ്പ് ബേസിക് ക്യാരക്ടർ decreases according to the multiple reasons. Major point is electronegativity of the central atom. അറിയുന്നതാണല്ലോ. റൈറ്റ്. അടുത്തത് sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം. ഇവിടെ sp ഉള്ളത്, ഇവിടെ sp3യും sp2 ആണ്. ഇവിടെ sp3 ഉണ്ട്, sp ഉണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും sp3 ഉള്ളൂ. അപ്പൊ sp വരുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. ഓപ്ഷൻ ബി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. റൈറ്റ്. അടുത്തത് 86ാമത്തേത് നോൺ ബെൻസീനോയിഡ്. ആരാണ് നോൺ ബെൻസീനോയിഡ്? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 2 പേരുണ്ട്. എവിടെ 2 പേര്? ഇത് ബെൻസീനോയിഡ് ആണ്, അപ്പൊ 1 വരില്ല. 2 ബെൻസീനോയിഡ് ആണ്, 2 വരില്ല. ഇത് ബെൻസീനോയിഡ് അല്ല, അതും ബെൻസീനോയിഡ്. അപ്പൊ ബെൻസീനുമായിട്ട് ബന്ധമില്ലാത്ത അരോമാറ്റിക് സിസ്റ്റം ഏതാ? 3ഉം 4ഉം. ഏതാണ് ആൻസർ വരിക? 3ഉം 4ഉം വരുന്നത് ഏതാ? ഓപ്ഷൻ എ. 3 and 4. 3ഉം 4ഉം വരണം കേട്ടോ. ഓപ്ഷൻ എ. റൈറ്റ്. അടുത്ത ചോദ്യം. മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ. മോസ്റ്റ് സ്റ്റേബിൾ വല്ല കുരുക്കുണ്ടോ? ഇല്ല. പ്രൈമറി, മെത്തിൽ, സെക്കൻഡറി, ടെർഷറി, പ്രൈമറി. ഒരു സംശയിക്കാനും ഇല്ല. ഓപ്ഷൻ ഡി. ടെർഷറി കാർബോകാറ്റയോൺ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ എമംഗ് ദ ലിസ്റ്റ്. പ്രത്യേകിച്ച് അതില് തർക്കിക്കാൻ ഒന്നുമില്ല. റൈറ്റ്. ടെർഷറി, സെക്കൻഡറി, പ്രൈമറി, മെത്തിൽ. ദാറ്റ് ഈസ് ദി ഓർഡർ. റൈറ്റ്. അടുത്ത ചോദ്യം. cannot act as a nucleophile. ഇയാൾക്ക് ന്യൂക്ലിയോഫൈൽ ആയിട്ട് വർക്ക് ചെയ്യാം. മൈനസ് കാണുന്നില്ലേ? ഇയാൾക്ക് ന്യൂക്ലിയോഫൈൽ ആയിട്ട് വർക്ക് ചെയ്യാം. ഇലക്ട്രോൺ റിച്ച് ആണ്. ഇയാൾക്ക് ന്യൂക്ലിയോഫൈൽ ആയിട്ട് വർക്ക് ചെയ്യാം. ഇയാൾക്ക് ന്യൂക്ലിയോഫൈൽ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. that will be acting as a electrophile only. കാർബോകാറ്റയോൺ അല്ലേ? ഇവിടെയോ? ഇതും ന്യൂക്ലിയോഫൈൽ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ
ഡി കറക്റ്റ്. അടുത്ത ചോദ്യം 89ാമത്തെ ചോദ്യം. പ്രോഡക്ട്സ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഇതേതാ റിയാക്ഷൻ? വുഡ്സ് റിയാക്ഷൻ അല്ലേ മക്കളെ? വുഡ്സ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് ഈത്തൈൽ ബ്രോമൈഡ് എടുത്താൽ ബ്യൂട്ടെയിൻ കിട്ടണം. ബ്യൂട്ടെയിൻ 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 ദാ ഇവിടെ വന്നു, ബ്യൂട്ടെയിൻ ഉണ്ട്. ഇനി ഇത് ഡീകാർബോക്സിലേഷൻ ആണ്. ഡീകാർബോക്സിലേഷൻ മീതെയിൻ കിട്ടണം അല്ലെ? മീതെയിൻ കിട്ടണം. അപ്പൊ ഒരു ബ്യൂട്ടെയിനും ഒരു മീതെയിനും. ഓപ്ഷൻ എലിഫന്റ്. ഫസ്റ്റ് റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ, റൈറ്റ്? അപ്പൊ ബ്യൂട്ടെയിൻ കിട്ടണം. മറ്റേത് ഡീകാർബോക്സിലേഷൻ. എത്തനോയിക് ആസിഡ് ഡീകാർബോക്സിലേഷൻ നടന്നാൽ എന്താ കിട്ടുക? മീതെയിൻ കിട്ടണം. ആൻസർ ഓപ്ഷൻ ഇ, റൈറ്റ്? അടുത്ത ചോദ്യം പിയും ക്യൂവും ആരാണെന്നാണ് ചോദ്യം. പിയും ക്യൂവും ആരാണെന്നാണ് ചോദ്യം. പി അണ്ടർഗോയിങ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഡീഹൈഡ്രേഷൻ ആണ് നടക്കുന്നത്. ഡീഹൈഡ്രേഷൻ നടന്ന് ഓസോണോലിസിസ് നടക്കുമ്പോൾ ക്യൂ ആയിരിക്കണം, ആൽക്കീൻ ആയിരിക്കണം. ഇപ്പൊ ഡീഹൈഡ്രേഷൻ നടക്കാൻ ഇവിടെ ഒരൊറ്റ ആളേ ഉള്ളൂ, ഒരു സംശയവും വേണ്ട. ഡീഹൈഡ്രേഷൻ നടക്കാൻ ഒരൊറ്റ ആളേ ഉള്ളൂ. ഓപ്ഷൻ എ, അതായിരിക്കും പി അല്ലെ? ഇതായിരിക്കും പി. അണ്ടർഗോയിങ് ഹീറ്റഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് എന്ത് കിട്ടും? ഡീഹൈഡ്രേഷൻ നടന്നാൽ സൈക്ലോഹെക്സിൻ കിട്ടും. ഇതാണ് ക്യൂ. ഇനി ഓസോണോലിസിസ് ഇവിടെ വെച്ച് അങ്ങ് മുറിച്ചു മാറ്റുക. ഇത് രണ്ടും എന്തായിട്ട് മാറും? ആൽഡിഹൈഡ് ആയിട്ട് മാറും. യു ഗെറ്റ് ഹെക്സൈൻ ഡയാൽ. ഹെക്സൈൻ ഡയാൽ കിട്ടും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പില് ഡീഹൈഡ്രേഷൻ ആൽക്കീൻ കിട്ടി. അത് ബ്രേക്ക് ചെയ്ത് എന്തായിട്ട് മാറി? ഡൈ ആൽ ആയിട്ട് മാറി. ഓക്കെ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 91ാമത്തെ ചോദ്യം. മാച്ചിങ് ദ കോംപ്ലക്സ്. ഇതാരാ വരിക? ഇതൊരു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് അല്ലേ മക്കളെ? ഇതൊരു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ്. A3 കിട്ടണം. A3 കിട്ടണം. ഒരൊറ്റ ആളേ ഉള്ളൂ കേട്ടോ ആൻസർ ബോക്സ്. A3 മാച്ച് ചെയ്യുമ്പോൾ തന്നെ ആൻസർ കിട്ടി. ബാക്കിയൊന്നും നോക്കണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. B5 ആണോ? B5 ആണല്ലോ, ലീനിയർ ആണ്. പിന്നെ C4 ആണോ? C4 ആണ്, ട്രൈഗണൽ പിരമിഡിലാണ്. പിന്നെ D2 ആണോ? D2 ആണല്ലോ, ഒക്ടാഹീഡ്രൽ ആണ്. E1 ആണോ? E1 ടെട്രാഹീഡ്രൽ ആണ്. ഇതിപ്പോ നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ കാര്യമാണ് അല്ലേ? റൈറ്റ്. സോ ഓപ്ഷൻ ബോക്സ് ഈസ് ദ കറക്റ്റ് ആൻസർ, റൈറ്റ്. അടുത്തത് ടെട്രാഹീഡ്രൽ സ്പ്ലിറ്റിംഗ് വേഴ്സസ് ഒക്ടാഹീഡ്രൽ സ്പ്ലിറ്റിംഗ്. എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. ഓർത്തിരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4/9 ടൈംസ് ഡെൽറ്റ ഒ. ടെക്സ്റ്റിലുള്ള കാര്യമാണ്, എത്രയോ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ഏതാ? ഡി തന്നെയല്ലേ? ഡി തന്നെയല്ലേ വരേണ്ടത്? ഓപ്ഷൻ ഡി വരണം. 4/9 ടൈംസ് ഡെൽറ്റ ഒ എന്ന് വരണം. 4/9 ടൈംസ് ഡെൽറ്റ ഒ എന്ന് വരണം. അടുത്ത ചോദ്യം 93ാമത്തെ ചോദ്യം. Correct in spectrochemical series of ligands. Correct in spectrochemical series of ligands. മാക്സിമം ആരാ വരിക? മാക്സിമം ഒരു കാര്യം ഉറപ്പാണ്, സയനൈഡ് വന്നേ പറ്റൂ. സയനൈഡ് ആണ് മാക്സിമം. ഈ 3 ചോയ്സ് ഞാൻ എടുത്ത് വലിച്ചെറിഞ്ഞു. എ ആണോ ഇ ആണോ? സയനൈഡ് കഴിഞ്ഞാൽ ആരാണ്? സയനൈഡ് കഴിഞ്ഞാൽ വാട്ടർ ആണോ ഓക്സലേറ്റ് ആണോ എന്ന് സ്പെക്ട്രോകെമിക്കൽ സീരീസ് നന്നായി പഠിച്ചവർക്ക് പറയാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്ലീസ് റെഫറൻസ് CRT. ഏതാ വരിക? സയനൈഡ് കഴിഞ്ഞാൽ ഓക്സലേറ്റ് അല്ല വരിക, വാട്ടർ ആണ് വരിക കേട്ടോ. സോ വാട്ടർ ഈസ് എ ബെറ്റർ സ്ട്രോങ്ങർ in the series which you can find there in the spectrochemical series given in the NCERT. So option A is correct. എയും ഇയും തെറ്റിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. റൈറ്റ്. അടുത്ത ചോദ്യം. HF ഈസ് ലിക്വിഡ് അൺലൈക്ക് അതർ ഹൈഡ്രജൻ ഹാലൈഡ്. HF ലിക്വിഡ് ആവാൻ എന്താ കാരണം? വേറെ ഒരു കാരണവുമില്ല, ഹൈഡ്രജൻ ബോണ്ടിങ്. HF ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഓപ്ഷൻ ബി. വേറെന്ത് കാരണം? HF വാട്ടറിലുണ്ട്, അമോണിയയിലേക്ക്. ഇവിടെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് അല്ലേ? യെസ്. അടുത്ത ചോദ്യം 95. ഓർഡർ ഓഫ് ആസിഡ് സ്ട്രെങ്ത് എല്ലാവർക്കും അറിയുന്നല്ലേ മക്കളെ? അസിഡിക് ക്യാരക്ടർ ഓഫ് ഹാലോജൻ ആസിഡ്സ് എങ്ങനെ വരിക? HF വീക്ക് ആസിഡ് ആണ് ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. HF, HCl, HBr, HI. HI ഈസ് സ്ട്രോങ് ആസിഡ്. ഏതാണ് വരിക? HI സ്ട്രോങ്. ഏതാ വരിക? HI, HCl എവിടെ? HI, HBr, HCl, HF. ഓപ്ഷൻ ഡി അല്ലേ വരിക? HI സ്ട്രോങ്.
then HBr, then HCl, then HF. Option D is the correct answer. Right. അടുത്ത ചോദ്യം 96. Correct order of OO bond length. OO bond length. OO bond length എങ്ങനെയാ വരിക? O2 ഡബിൾ ബോണ്ട് അല്ലേ? ബോണ്ട് ഓർഡർ 2 ആണ്. O3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വരിക? O3 റെസോണേറ്റിംഗ് ആണ്. അപ്പൊ ബോണ്ട് ഓർഡർ എന്ത് വരും? 1.5 കുറയും. ആൻഡ് ദെൻ HOOH എല്ലാവർക്കും അറിയാം, ദാറ്റ്സ് എ സിംഗിൾ ബോണ്ട്. അപ്പൊ ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതൽ O2ലാണ്. അപ്പൊ ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവ് O2ലായിരിക്കും. ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവ് O2ല്. ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവ് O2ല്. രണ്ടാം സ്ഥാനത്ത് ഇവിടെ ബോണ്ട് ഓർഡർ 1 ആ. രണ്ടാം സ്ഥാനത്ത് 1.5 വരണം. അപ്പൊ O2 മിനിമം. ബാക്കി 3 ചോയ്സ് എടുത്ത് കളഞ്ഞു. O2 മിനിമം കഴിഞ്ഞാൽ പിന്നെ O3 വരണം. ഓപ്ഷൻ ഡി വരണം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. റൈറ്റ്. അടുത്ത ചോദ്യം. റൈറ്റ്. 97ാമത്തെ ചോദ്യം. ജോമെട്രി, ഹൈബ്രിഡൈസേഷൻ, മാഗ്നറ്റിക് മൊമെന്റ്. എല്ലാം ചെക്ക് ചെയ്യണം കേട്ടോ. എല്ലാം ചെക്ക് ചെയ്യണം. ജോമെട്രി. ഇയാളുടെ ജോമെട്രി ടെട്രാഹീഡ്രൽ. അപ്പോ ഈ 2 ഞാൻ കട്ട് ചെയ്ത് കളയുന്നു. ഇനി ഇയാളുടെ ജോമെട്രി ഒക്ടാഹീഡ്രൽ. അപ്പൊ ടെട്രാഹീഡ്രൽ സ്ക്വയർ പ്ലാനാർ, ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ബിയും ഇയും മാത്രമാണ് എന്റെ മുന്നിലുള്ളത്. നിക്കൽ ടെട്രാസൈനൈഡ്, അത് സ്ക്വയർ പ്ലാനാർ അല്ലേ? നിക്കൽ ടെട്രാസൈനൈഡ് സ്ക്വയർ പ്ലാനാർ അല്ലേ? കാര്യമില്ല, രണ്ടും സെയിം ആണ്. ടെട്രാഹീഡ്രൽ, ഒക്ടാഹീഡ്രൽ, സ്ക്വയർ പ്ലാനാർ. ഇനി അവിടെ നോക്കിയിട്ട് കാര്യമില്ല. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3d2. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ dsp2. അവിടെയും നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഷേപ്പ് ഹൈബ്രിഡൈസേഷൻ നോക്കിയാൽ 2 ചോയ്സ് അവിടെ ബാക്കിയുണ്ട്. ഇനി നോക്കേണ്ടത് മാഗ്നറ്റിക് മൊമെന്റ് ആണ്. മാഗ്നറ്റിക് മൊമെന്റ് നോക്കി തുടങ്ങുമ്പോൾ തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. മാംഗനീസിന് എപ്പോഴെങ്കിലും 0 വരുമോ? മാംഗനീസ് MnBrO4 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. മാഗ്നറ്റിക് മൊമെന്റ് 5.9 വരണം. ആൻസർ എലിഫന്റ് അല്ല, ബോക്സ് വരണം കേട്ടോ. ഓപ്ഷൻ ബി വരണം. റൈറ്റ്. 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് പറയാൻ സാധിക്കുക. അടുത്തത് പ്രോബബിൾ റേഷ്യോ ബിറ്റ്വീൻ RMS, ആവറേജ്, മോസ്റ്റ് പ്രോബബിൾ. എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. മോസ്റ്റ് പ്രോബബിളിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും അല്ലെ ആവറേജ്, അതിലും കുറച്ച് കൂടുതലായിരിക്കും RMS. മോസ്റ്റ് പ്രോബബിള് കുറച്ച് കൂടുതലായിരിക്കും ആവറേജ്, അതിലും കുറച്ച് കൂടുതലായിരിക്കും RMS. അപ്പൊ ഈ വന്നിരിക്കുന്നത് തെറ്റാണ്. ആവറേജ് RMS കുറച്ച് കൂടിയിട്ടുണ്ട്, ശരി. RMS ഇവിടെ കൂടിയിരിക്കുന്നു, തെറ്റാണ്. മോസ്റ്റ് പ്രോബബിൾ ആവറേജ് RMS. മോസ്റ്റ് പ്രോബബിളിൽ കുറച്ച് കൂടുതൽ ആവറേജ് വരും, അതിലും കുറച്ച് കൂടുതൽ RMS വരും, ശരിയല്ലേ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റിയുടെ സ്വല്പം കൂടുതലായിരിക്കും ആവറേജ് വരിക, ആവറേജ് വെലോസിറ്റിയുടെ കുറച്ച് കൂടുതലായിരിക്കും RMS വരിക. അത് മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. എത്രയോ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്, NCERT-യിൽ ഉള്ള ഒരു എക്സാമ്പിൾ ആണ്. അടുത്ത ചോദ്യം. റോങ് സ്റ്റേറ്റ്മെന്റ് വേണം കേട്ടോ. റോങ് സ്റ്റേറ്റ്മെന്റ് വേണം. ഏതാ റോങ് സ്റ്റേറ്റ്മെന്റ്? നോ വർക്ക് ഈസ് ഡൺ ഡ്യൂറിംഗ് ഫ്രീ എക്സ്പാൻഷൻ. കറക്റ്റ് അല്ലേ? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഡെൻസിറ്റി ആൻഡ് പ്രഷർ എക്സ്റ്റൻസീവ്. എന്റെ അമ്മോ, വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ അറിയാം തെറ്റാണെന്ന്. ഡെൻസിറ്റി എക്സ്റ്റൻസീവ് ആണോ? അല്ല, ഡെൻസിറ്റി ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. ഡെൻസിറ്റി എക്സ്റ്റൻസീവ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. റൈറ്റ്. അടുത്ത ചോദ്യം. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് നോക്കണോ? ചേഞ്ച് ഇൻ എൻതാൽപ്പി നെഗറ്റീവ് ഫോർ എക്സാമ്പിൾ. യെസ്, കറക്റ്റ് അല്ലേ? ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ എൻതാൽപ്പി നോട്ട് സിഗ്നിഫിക്കന്റ് സോളിഡ്സ്. കറക്റ്റ് അല്ലേ? റൈറ്റ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ചേഞ്ച് ഓഫ് ഫ്യൂഷൻ ഓഫ് ദിസ് ഈസ് ഹയർ ദാൻ ദാറ്റ്. യെസ്, ദാറ്റ് ഈസ് ഓൾസോ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ഗേഷ്യസ് റിയാക്ഷൻ തന്നിട്ടുണ്ട് 57. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 57. മോളാർ കോൺസെൻട്രേഷൻ H2I2HI തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം മക്കളെ? QC വർക്ക്ഔട്ട് ചെയ്യാം. QC is equal to HI square divided by H2I2 അല്ലെ? HI വാല്യൂടെ ഇടാം 0.4. സോ 0.4 into 0.4 divided by H2 എത്രയാ? 0.1 into 0.2 എന്ന് വെച്ചാൽ 4, 4, 1, 2, അപ്പോൾ 8 എന്ന് കിട്ടും.
Equilibrium constant 57 ആണ്. So it is much clear that QC less than KC. QC less than KC and we are traveling in the forward direction. Forward directionലാണ് പൊയ്ക്കൊണ്ടിരിക്കേണ്ടത്. എന്താ നമ്മുടെ ചോയ്സുകൾ നോക്കട്ടെ. മിക്സ്ചർ ഓഫ് H2I2 ഈസ് അറ്റ് ഇക്വിലിബ്രിയം. അല്ലല്ലോ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോർ H2I2 വിൽ നോട്ട് റിയാക്ട് ടു ഫോം HI. തെറ്റാണ്. Concentration of H2 and I2 will decrease till equilibrium. This is the correct answer. Right? QC will increase. That means reactant are more converted to product till QC becomes equal to KC. ശരിയല്ലേ? That is the correct answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ്, 101ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. pKa of acetic acid 4.76. What will be pKb of ammonium hydroxide if pH of ammonium acetate is 7? Oh my god. നോക്കുക, അമോണിയം അസറ്റേറ്റ് ന്യൂട്രൽ ആവണം. ന്യൂട്രൽ ആവുന്നത് എപ്പോഴാ? pKa ഈക്വൽ ടു pKb വരുമ്പോഴാണ് ന്യൂട്രൽ വരിക. എപ്പോഴാണ് ന്യൂട്രൽ വരിക? pH 7 വരുന്നത് എപ്പോഴാ? pH 7 വരണമെങ്കിൽ pKa must be equal to pKb. അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? pKa തന്നിട്ടുണ്ട്, pKb എത്ര എന്നാണ് ചോദ്യം. See, you know the formula. pH is equal to 7 plus half pKa minus pKb. That means 7 equal to 7 plus half pKa minus pKb. You can easily understand pKa will be equal to pKb. എത്രയാ pKa? pKa 4.76 ആണ്. അപ്പൊ pKb എന്തായിരിക്കും? 4.76 ആയിരിക്കണം. 4.76, 4.755, 4.750. അപ്പൊ ഇതിൽ ഏതാ എടുക്കുക? ബി എടുക്കണോ സി എടുക്കണോ? 4.76 ആണ് ആൻസർ. അപ്പൊ ഏതെടുക്കണം? ബി എടുക്കണോ സി എടുക്കണോ? റൗണ്ടിങ് ഓഫ് പ്രിൻസിപ്പിൾ പരിശോധിച്ചാൽ രണ്ടും എടുക്കാം. കാരണം 4.765 വരുമ്പോ പ്രീവിയസ് നമ്പർ ഈവൺ ആണെന്നുണ്ടെങ്കിൽ റീറ്റെയിൻ ചെയ്യാം, 4.76 എന്ന് കിട്ടും. റൈറ്റ്? മറ്റേത് 4.755 ഓട് വരുമ്പോ ഒന്ന് ആഡ് ചെയ്യാം. അപ്പൊ 4.755 4.76 ആയിട്ട് മാറും. റൈറ്റ്? I prefer option C because that is much more close to the actual value of pKb of ammonium hydroxide. Right? ഇനി തിയററ്റിക്കലി ആലോചിച്ചു കഴിഞ്ഞാൽ ബിയും സിയും കോമ്പീറ്റിംഗ് നന്നായിട്ട് അടികൂടാൻ പറ്റിയ ഒരു ചോയ്സ് ആട്ടോ, നന്നായിട്ട് അടിക്കാൻ പറ്റിയ ചോയ്സാ. റൈറ്റ്? ബട്ട് ഐ വിൽ ഗോ വിത്ത് ഓപ്ഷൻ സി. റൈറ്റ്? അടുത്ത ചോദ്യം, ഓളിഗോസാക്കറൈഡ്സിൽ എത്ര മോണോസാക്കറൈഡ് ഉണ്ട്? എന്താ സംശയം? 2 to 10. ഓപ്ഷൻ ബി 2 to 10. റൈറ്റ്? ഓളിഗോസാക്കറൈഡ്സ് NCERT-യിലെ അതേ വരികളാണല്ലോ, NCERT-യിലെ സെയിം ഡിക്റ്റോ വരികളല്ലേ. അടുത്ത ചോദ്യം 103. DNA മോളിക്യൂളിൽ ഏതാ വരിക? DNA-യിലെ ഷുഗർ പാർട്ട് ഏതാണ്? RNA-യിൽ ഏതാണ്? ഏതാ വരിക മക്കളെ? ഇതല്ലല്ലോ, ബീറ്റ ഡി റൈബോസ് അല്ല, ബീറ്റ D2 ഡിയോക്സി റൈബോസ്. ഇവിടെ തെറ്റി. ബീറ്റ D3 അല്ല, ബീറ്റ D2 ഇതാണോ? ആൽഫ അല്ല. ഓപ്ഷൻ ഇ ബീറ്റ D2 ഡിയോക്സി റൈബോസ്. സെക്കൻഡ് പൊസിഷനിലെ ഓക്സിജൻ പോയിരിക്കുന്നത് അല്ലെ? സ്ട്രക്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ബീറ്റ ഡി റൈബോസിൽ നിന്ന് ആ സെക്കൻഡ് പൊസിഷനിൽ ആ ഓക്സിജൻ എടുത്ത് കളഞ്ഞാൽ ആളായി, DNA-യിലേക്കുള്ള ആളായി. റൈറ്റ്? ഓപ്ഷൻ ഇ. അടുത്ത ചോദ്യം 104. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ കറക്റ്റ് ആണല്ലോ. അമൈലോസ് ഈസ് എ പോളിമർ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ്. അറിയുന്ന കാര്യം, ഡയറക്റ്റ് കമന്റ് ആണ് അല്ലെ? ബാക്കിയൊക്കെ തെറ്റല്ലേ? അമൈലോസ് അല്ല, തെറ്റാണ്. ആൽഫ അല്ല, ബീറ്റയാണ്. സെല്ലുലോസ് ബീറ്റ ഗലക്ടോസ് അല്ല, അമൈലോസ് തെറ്റാണ്. ഓപ്ഷൻ എ. റൈറ്റ്? അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് log of equilibrium constant log Kc in the reaction given. എന്താ റിലേഷൻ? What is the relation? E naught cell is equal to 0.0591 by 2 log Kc എന്ന് വെച്ചാൽ 3.245 equal to 0.0591 by 2 log Kc. അപ്പൊ log Kc എന്ത് വരും?
log Kc is equal to 3.245 into 2 by 0.0591. ഇതാണ് ആൻസർ വരിക. 3.2 എന്ന് പറയുമ്പോൾ 6.4 6.5 അടുത്തെത്തി ബൈ 0.0591. അപ്പോൾ 6.650 ബൈ 5 എന്ത് വരും? 100 ഒരു 100 100 110 അല്ലേ? 100 110 അടുത്ത് റൈറ്റ്. 3.2 into 2 6.4 divided by 0.0640 by 6 640 by 6 110. ഓപ്ഷൻ ബി വരൂ, ഓപ്ഷൻ ബി വരൂ, ഓപ്ഷൻ ഇ വരൂ. ഓപ്ഷൻ ബി ആണോ ഇ ആണോ വരിക? ഓപ്ഷൻ ബി ആണോ ഇ ആണോ വരിക? വളരെ ക്ലോസ് ആണ് അല്ലേ? വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് റൈറ്റ്. 3.245 into 2 0.0591 റൈറ്റ്. അപ്പോ 6.4 6.48 സംതിങ് 6.5 അടുത്ത് 0.06 640 by 4. അപ്പോ 6.10 110 അടുത്താണ് വരിക കേട്ടോ. എനിക്ക് തോന്നുന്നു 110 കടക്കാൻ സാധ്യതയില്ല. 110 ആയിരിക്കുന്നു വിചാരിക്കുന്നു റൈറ്റ്. അപ്പോൾ അല്ലേ കിട്ടി 10 അതെ. ഇറ്റ്സ് എ ക്ലോസ് ഫിറ്റ്. ഈ ഡയഗ്രാം തന്നിട്ടുണ്ട്, പി വി ഡയഗ്രത്തിലേക്ക് മാറ്റണം. ഓക്കെ, ഇത് ഐസോബാറിക് ആണ്, കോൺസ്റ്റന്റ് വോള്യൂം ആണ്. ബി സി ഐസോബാറിക് ആണ്, ബി സി ഐസോബാറിക് ആണ്. അപ്പൊ ഈ ഡയഗ്രാം വരാം. ബി സി ഐസോബാറിക് ആണ്, അത് വരില്ല. ബി സി ഐസോബാറിക് ആണ്, ഇത് വരാം. ബി സി ഐസോബാറിക് ആണ്, ഇതിനെ ഞാൻ എടുത്ത് കളഞ്ഞു. ബി സി, ബാക്കി എല്ലാം കളഞ്ഞു. എയും സിയും മാത്രമേ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളൂ. എയും സിയും മാത്രമേ ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളൂ. അതിലേത് വരും? അതിലേതാ വരിക? എ സി. സി എ ഐസോതെർമൽ ആണ്. സി എ ഐസോതെർമൽ ആണ്. കംപ്രഷൻ ആണോ എക്സ്പാൻഷൻ ആണോ? വോള്യൂം കുറയുക, കംപ്രഷൻ ആണ്. അപ്പൊ സി എ എന്ന് പറയുന്ന ഐസോതെർമൽ കംപ്രഷൻ ആണ്. ഐസോതെർമൽ കംപ്രഷൻ, ഇത് ഐസോതെർമൽ ആണ് പക്ഷെ എക്സ്പാൻഷൻ ആണ്. ഇത് ഐസോതെർമൽ ആണ്, കംപ്രഷൻ ആണ്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. സി എ മാത്രം നോക്കിയാൽ മതി ഉത്തരം കിട്ടാൻ. സി എ മാത്രം നോക്കിയാൽ ഉത്തരം കിട്ടും. കാരണം അത് ഐസോതെർമൽ ആണ്. ഐസോതെർമൽ കംപ്രഷൻ വരണം കിട്ടോ. ഓപ്ഷൻ സി എന്ന് കിട്ടും. അടുത്ത ചോദ്യം, എൻട്രോപ്പി കുറയുന്നത് എവിടെ? ലിക്വിഡ് വാട്ടർ കൺവേർട്ടഡ് ടു ഗ്യാസ്. എൻട്രോപ്പി കൂടുതലേ ചെയ്യാം. ലിക്വിഡ് വാട്ടർ ക്രിസ്റ്റലൈസസ്, അതാണ് ഉത്തരം. ഓപ്ഷൻ ബി. എൻട്രോപ്പി കുറയുന്നത്, ലിക്വിഡ് വാട്ടർ ക്രിസ്റ്റലൈസ് ചെയ്യുന്നു. എൻട്രോപ്പി ഡിക്രീസസ് ഇൻ ദാറ്റ് പൊസിഷൻ. വാട്ട് അബൌട്ട് ദി അതർ ചോയ്സസ്? മറ്റ് ചോയ്സുകൾ എങ്ങനെയുണ്ട്? ഇവിടെ എൻട്രോപ്പി കൂടുകയാണ്, ഇവിടെയും എൻട്രോപ്പി കൂടുകയാണ്. ടെമ്പറേച്ചർ കൂടിയാൽ എൻട്രോപ്പി കൂടും. അടുത്ത ചോദ്യം, 108ാമത്തെ ചോദ്യം. ടൊളുവിൻ ഓക്സിഡൈസ് ചെയ്തു, ബെൻസോയിക് ആസിഡ് കിട്ടണം. ബെൻസോയിക് ആസിഡ് കിട്ടണം. എ കട്ട് ചെയ്തു, ബി കട്ട് ചെയ്തു, സി കട്ട് ചെയ്തു, ഡി കട്ട് ചെയ്യുന്നില്ല. ഇ ബോത്ത് ബെൻസോയിക് ആസിഡ്. അപ്പൊ ഡിയും ഇയും ബാക്കിയെല്ലാം കട്ട് ചെയ്തു, കാരണം ഇവിടെ ബെൻസോയിക് ആസിഡ് കിട്ടണം. ഇനി പ്രൊപ്പൈൽ ബെൻസീൻ അല്ല, സൈഡ് ചെയിൻ എത്ര കാർബൺ ആണെങ്കിലും ഓക്സിഡൈസ് ചെയ്താൽ ബെൻസോയിക് ആസിഡ് കിട്ടണം. സോ സെക്കൻഡ് വൺ ഈസ് ഓൾസോ ബെൻസോയിക് ആസിഡ്. ഓപ്ഷൻ ഡി കട്ട് ചെയ്യുന്നു. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ബോത്ത് ആർ ബെൻസോയിക് ആസിഡ്. ഓക്കെ, അടുത്ത ചോദ്യം, 109ാമത്തെ ചോദ്യം. ന്യൂ കാർബൺ ബോണ്ട്. കാനിസാറോ റിയാക്ഷനിലെ കാർബൺ ബോണ്ട് ഇല്ല. കാനിസാറോ റിയാക്ഷനിലെ കാർബൺ ബോണ്ട് ഇല്ല. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിലുണ്ടല്ലോ, ഉണ്ട്. കെട്രമാൻ റിയാക്ഷനിലുണ്ട്. ഓപ്ഷൻ സി. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനിൽ പുതിയ കാർബൺ ബോണ്ട് റിംഗിലേക്ക് കാർബൺ ഫോം ചെയ്യുന്നുണ്ട്. റൈറ്റ്. കെട്രമാൻ റിയാക്ഷനിൽ അതേപോലെ തന്നെയല്ലേ. ബെൻസാൽഡിഹൈഡ്, ബെൻസീനെ നമ്മൾ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി ആൻസർ. മറ്റേത് വരില്ലല്ലോ. കാനിസാറോ. യെസ്, ഫൈൻ. അടുത്ത ചോദ്യം, നൈട്രജൻ ഓക്സൈഡ് ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ NN ബോണ്ട്. ഒറ്റ നോട്ടത്തിൽ ഉത്തരം കിട്ടിയില്ലേ? ഓപ്ഷൻ എ. ഓപ്ഷൻ എയിൽ എങ്ങനെ വരാ? N2O5 അല്ലേ വരാ? NO
N ഇങ്ങനെയല്ലേ വരാം. This is N2O5. N2O5. NON അല്ലേ വരാ. ഫസ്റ്റ് ഓപ്ഷൻ itself we get the answer. റൈറ്റ്? ഓപ്ഷൻ എ. ബാക്കിയൊന്നും വരില്ലല്ലോ. N2O3 വരില്ല. NO2 എന്റെ അമ്മോ. ഇവരെന്താ NO2 കൊടുത്തിരിക്കുന്നത്? NO2ൽ ഒരു നൈട്രജനല്ലേ ഉള്ളൂ. ഒരു നൈട്രജൻ വെച്ചിട്ട് NO ബോണ്ട് വരുമോ? NN ബോണ്ട് വരുമോ? അപ്പോ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും പ്രശ്നമാണ് കേട്ടോ. ബാക്കിയൊന്നും വരില്ല, ഇതൊന്നും വരില്ല. അപ്പൊ ഓപ്ഷൻ എ വരാം, ഓപ്ഷൻ സി വരാം. നമുക്ക് എ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എ നമ്മൾ മാർക്ക് ചെയ്തും കഴിഞ്ഞു. നമുക്ക് മാർക്ക് കിട്ടിയേ പറ്റൂ കേട്ടോ. ഓപ്ഷൻ സിയും കൂടി അവിടെ ഉണ്ട്. അത് പിന്നെ നോക്കുക, ഒരു നൈട്രജനേ ഉള്ളൂ. ഒരു നൈട്രജൻ തന്നിട്ട് ആരെങ്കിലും NN ബോണ്ട് ഉണ്ടോ എന്ന് ചോദിക്കൂ? ചോദിക്കാൻ പാടില്ലാത്തതാണ്. എനിവേ ഫസ്റ്റ് ചോയ്സിൽ തന്നെ ആൻസർ ഉണ്ട്. റൈറ്റ്? ഓക്കെ, അടുത്ത ചോദ്യം 111ലേക്ക് പോവാം. In a zero order reaction, reactant is disappeared with the rate of K തന്നിട്ടുണ്ട്. Initial concentration തന്നിട്ടുണ്ട്. What will be the concentration after 20 minutes? എന്താ മക്കളെ റിലേഷൻ? എല്ലാവർക്കും അറിയാമല്ലോ. എന്താ റിലേഷൻ? T equal to X by K, that is R0 minus R by K. R0 1 എന്നെടുക്കുക. R എത്ര എന്നാണ് ചോദ്യം. So 1 minus R is equal to T into K. T എത്രയാ? 20. K എത്രയാ? 0.04. എത്ര കിട്ടും? 20 into 0.04, 0.8 എന്ന് കിട്ടി. 1 minus R equal to 0.8. R എത്ര എന്നാണ് ചോദ്യം. So R will be 0.2. എവിടെ ഉണ്ടോ? 0.2 ഉണ്ടോ എവിടെയെങ്കിലും? 0.2. ഓപ്ഷൻ ബി. റൈറ്റ്? ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 112ാമത്തെ ചോദ്യം. Following which can be empirical relation between the quantity of the gas absorbed by unit mass of the solvent, particular pressure, x equal to mass of the adsorbent. നമ്മുടെ Freundlich adsorption isotherm. Freundlich adsorption isotherm. X by m is equal to K P raised to 1 by n. That is log x by m equal to log K plus 1 by n log P. ഓർമ്മയില്ലേ? Freundlich adsorption isotherm. ഏതാ വരാ? ഏതാ വരാ? log x plus log m അല്ലല്ലോ അല്ലെ? ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി അല്ലെ? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. log x minus log m equal to log k plus 1 by n log p. റൈറ്റ്? അടുത്ത ചോദ്യം. ആന്റി ഡിപ്രസന്റ്. ആന്റി ഡിപ്രസന്റ്. ഇത് ആന്റി ഡിപ്രസന്റ് അല്ല, ഇതൊക്കെ ആന്റിബയോട്ടിക്സ് അല്ലേ? ക്ലോറോക്സൈലിനോൾ ഇതിലല്ലേ? ഡെറ്റോൾ വരുന്നല്ലേ? സെറോട്ടോണിൻ. ഓപ്ഷൻ ഡി, സെറോട്ടോണിൻ. ദാറ്റ് ഈസ് എ ആന്റി ഡിപ്രസന്റ് ഡ്രഗ്. അടുത്തത് എന്തൊക്കെ ഐസോമറിസം ഉണ്ട് എന്നാണ് ചോദ്യം അല്ലേ? ആണോ? അതെ, അതെ. ലിങ്കേജ് ഐസോമറിസം ഉണ്ട്. ലിങ്കേജ് ഐസോമറിസം ഉണ്ട്. അയോണൈസേഷൻ ഐസോമറിസം ഉണ്ട്. അയോണൈസേഷൻ ഐസോമറിസം ഉണ്ട്. ഓപ്റ്റിക്കൽ ഇല്ല കേട്ടോ. ഓപ്റ്റിക്കൽ ഇവിടെ ഇല്ല. ലിങ്കേജ് ഉണ്ട്, അയോണൈസേഷൻ ഉണ്ട്, ഓപ്റ്റിക്കൽ വരില്ല. ലിങ്കേജ് ഉണ്ട്, ജോമെട്രിക്കൽ വരില്ലേ? 4ഉം 2ഉം ജോമെട്രിക്കൽ വരും, അയോണൈസേഷൻ വരും. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. NO2 ഉള്ളത് കൊണ്ട് ലിങ്കേജ് ഉണ്ട്. പുറത്ത് ക്ലോറിൻ വരുന്നത് കൊണ്ട് അയോണൈസേഷൻ ഉണ്ട്. A4B2 ടൈപ്പ് ഒക്ടാഹീഡ്രൽ ആയതുകൊണ്ട് സിസ്ട്രാൻസ് ഉണ്ട്. റൈറ്റ്? സോ ദാറ്റ് ഈസ് ദി ആൻസർ. ഫൈൻ. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്? കുറച്ച് ചോയ്സുകൾ തന്നിരിക്കുന്നു. ക്യൂ റിവേഴ്സിബിൾ അല്ലേ? ക്യൂ റിവേഴ്സിബിൾ അല്ലേ? ക്യൂ റിവേഴ്സിബിൾ അറ്റൈനിങ് ഇക്വിലിബ്രിയം ആണ്. ആണ്. പി സീറോ ഓർഡർ ആണോ? പി സീറോ ഓർഡർ അല്ല. പി സീറോ ഓർഡർ അല്ല, റേറ്റ് വേരിയിങ് അല്ലേ? അപ്പൊ ഓപ്ഷൻ എ തെറ്റാണ്. ആർ സീറോ ഓർഡർ ആണോ? ആർ സീറോ ഓർഡർ ആണ്. ആർ സീറോ ഓർഡർ ആണ്. പി സീറോ ഓർഡർ അല്ല, അപ്പൊ അതും തെറ്റി. ക്യൂ റിവേഴ്സിബിൾ ആണ്. ആറ് റിവേഴ്സിബിൾ അല്ലല്ലോ. ആറ് ഇത് പി സീറോ ഓർഡർ അല്ലല്ലോ, അപ്പൊ അതും തെറ്റി. പി ഇറിവേഴ്സിബിൾ. ഇത് ഇറിവേഴ്സിബിൾ ആണോ? അതെ. ഇത് റിവേഴ്സിബിൾ അല്ലേ? അതെ. സീറോ. സോ ദിസ് ഈസ് സീറോ ഓർഡർ, റേറ്റ് കോൺസ്റ്റന്റ് ആ. അപ്പോ ആറ് സീറോ ഓർഡർ വരണം. ആറ് സീറോ ഓർഡർ വരുന്നത് ഇവിടെയുണ്ട്. ആറ് സീറോ ഓർഡർ വരുന്നത് ഇവിടെയുണ്ട്. ക്യൂ റിവേഴ്സിബിൾ വരണം.
and this is applicable, irreversible, no problem. Option D will be the correct answer. Option D will be the correct answer. Right? അടുത്ത ചോദ്യം 116ാമത്തെ ചോദ്യം. റെസിസ്റ്റൻസ് തന്നിരിക്കുന്നു. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 60 ഓം. സ്പെസിഫിക് കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, കാപ്പ തന്നിട്ടുണ്ട്. സെൽ കോൺസ്റ്റന്റ് എത്രയാണെന്ന ചോദ്യം. സെൽ കോൺസ്റ്റന്റ് G star is equal to R into കാപ്പ. കഴിഞ്ഞില്ലേ മക്കളെ? എത്രയുടെ വരിക? 60 into 0.04. 6 4 24 2.4. ഓപ്ഷൻ ഇ തന്നെയല്ലേ? 6 4 24 വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല. ഓപ്ഷൻ ഇ 2.4 എന്ന് കിട്ടണം. റൈറ്റ്? അടുത്ത ചോദ്യം 117ാമത്തെ ചോദ്യം. 117ാമത്തെ ചോദ്യം. ഗ്രിഗ്നാർഡ് റിയേജൻ എക്ക് 5 വരണ്ടേ മക്കളെ? അല്ല, 4 വരണം. എക്ക് 4 വരണം. ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു. പിന്നെ സാൻമേയേഴ്സ് റിയാക്ഷൻ കോപ്പർ 1 വരണം, B3 വരണം. B3 വന്നു, B1 വന്നു, അപ്പൊ അത് കട്ട് ചെയ്തു. B3 ഉണ്ട്. പിന്നെ കെനിസാറോ റിയാക്ഷൻ ആൽക്കലി മീഡിയ NaOH അല്ലേ എടുക്കുക. C5 വരണം, A കട്ട് ചെയ്തു. സോ ലെഫ്റ്റ് വിത്ത് ഓപ്ഷൻ ഇ. അപ്പോ എയും ബിയും സിയും നോക്കുമ്പോൾ ആൻസറിലേക്ക് എത്തി. ഇനി D1 തന്നെയല്ലേ? D1 ശരിയാണ്. E2 ശരിയല്ലേ? E2 ശരിയാണ്. റൈറ്റ്? ഓപ്ഷൻ ഇ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കുന്നത് അല്ല നടക്കാത്തതാണ് ചോദ്യം കേട്ടോ. വിൽ നോട്ട് ടേക്ക് പ്ലേസ് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എന്നാ ചോദ്യം. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ഇയാൾക്കുണ്ട്, ഇയാൾക്കില്ലല്ലോ. നൈട്രോബെൻസീന് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ഇല്ല. നൈട്രോ ഗ്രൂപ്പ് ഈസ് ഹൈലി ഡീആക്ടിവേറ്റിംഗ്. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ സാധ്യമല്ല. ടൊളുവീന് ഉണ്ട്. അപ്പൊ ആരാ? 2 ഓൺലി എന്നൊരു ചോയ്സ് എവിടെയെങ്കിലും ഉണ്ടോ? 2 ഓൺലി. ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 2 ഓൺലി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. റൈറ്റ്? അടുത്ത ചോദ്യം 119ാമത്തെ ചോദ്യം. മീഥൈൽ ബ്രോമൈഡ് മെഗ്നീഷ്യം ട്രൈ ഈതർ എന്താ മക്കളെ കിട്ടുക? CH3 MgBr എന്ന് കിട്ടും. CH3 MgBr. എ കട്ട് ചെയ്തു, ബി ആവാം, സി ആവാം, ഡി കട്ട് ചെയ്തു, ഇ കട്ട് ചെയ്തു. അപ്പൊ ബി ആണോ സി ആണോ? Grignard reagent with ketone, you get a tertiary alcohol. Grignard reagent with ketone, you get a tertiary alcohol. Option C is the correct answer. Right? അടുത്ത ചോദ്യം. And that is the last question. Major product in the following reaction. Major product. Marconic of addition. Negative part of addendum attached to carbon containing less number of hydrogen atom. So bromine second കാർബണിൽ വരണം. ബ്രോമിൻ സെക്കൻഡ് കാർബണിൽ വരണം. എവിടെയാടാ? ആൻസർ എവിടെ? ഓപ്ഷൻ ബി. റൈറ്റ്? ആൻഡ് ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി പാർട്ട് ഓഫ് ദ കീം എക്സാമിനേഷൻ. റൈറ്റ്? എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത അതേപോലുള്ള ചോദ്യങ്ങളാണ്. റൈറ്റ്? ഓക്കെ, അപ്പൊ നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, ബൈ, സി യു, ടേക്ക് കെയർ.
നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം.
നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ Hello, mic check. Hello, hello. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും
ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോടുകൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്.
എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ പി സി തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോട് കൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ പി സി തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ പി സി തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോട് കൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ പി സി തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ പി സി തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോട് കൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ പി സി തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ പി സി തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോട് കൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ പി സി തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിഭകൾ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. എൻട്രൻസ് എന്ന സ്വപ്നം ആദ്യ ശ്രമത്തിൽ വിജയിക്കാൻ സാധിക്കാത്തവർക്ക് പ്രൊഫസർ പി സി തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് അടുത്ത ശ്രമത്തിൽ വിജയിക്കാൻ അവസരമൊരുക്കുന്നു. ഹോസ്റ്റൽ സൗകര്യങ്ങളോട് കൂടിയുള്ള JEE, NEET, റിപ്പീറ്റേഴ്സ് കോഴ്സുകൾ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുവാനും ഉന്നത വിജയം നേടി ഭാവി സുരക്ഷിതമാക്കുവാനും തികഞ്ഞ അച്ചടക്കത്തോടുകൂടി വിജയിക്കുവാൻ തിരഞ്ഞെടുക്കൂ പ്രൊഫസർ പി സി തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ്. ലോകമെമ്പാടും സേവനം ചെയ്യുന്ന ഞങ്ങളുടെ Yes, welcome student. We will continue our discussion of this Keam paper 2023. Now we are going to discuss the physics part. Before entering to this paper discussion, our comment about this paper, it is a little bit difficult and also required a lot of calculation, but time consuming questions. That is our general idea about this question paper. Now we start doing the question one by one. A projectile is thrown with a speed v at angle theta with the horizontal. If the speed of the particle at the highest point, that is given. Speed of the highest point. Suppose it is projected with the v at here theta. Here is equal to v cos theta. That v cos theta is given to you. Is equal to v by 3. We will cancel out, therefore cos theta is equal to 1 by 3. Now the question is the value of tan theta, not cos theta. The question is about the tan theta. We have to see this is equal to 1, this is 3, and this is equal to root h, and get the value of theta. Tan theta is equal to root 8 by 1, that is equal to 2
root 2, and therefore option is equal to C. Next. Now you are given a vector, and it is given that P vector plus Q vector is equal to R, and you are given P is along I direction, Q some direction, but modulus is given, and its resultant is along the Y direction J, and therefore if we pictorial represent, suppose P, this is P, I along, and Q is along some direction, Q vector. So the resultant is this one, that is along, and whose magnitude is given as 3P, modulus of P. This is the resultant along Y direction, and this angle is equal to theta. Then at once you can say that now for horizontal balancing component Q sin 30, and you can see that this is theta, and therefore you can see that how they are balances. Now what is the component of this one? This is 180 minus theta. Suppose this is theta, this is 180 minus theta. Then this is, we can see that this is P cos theta. So this is P cos theta. If you resolve this, this is equal to Q. This is, if this angle is theta, this is 180 minus theta. Therefore P cos 180 minus theta. Cos 180 minus theta, that is equal to minus P cos theta. That is minus minus Q cos theta is equal to P. Therefore, modulus Y is if you take 10 cos theta is equal to P. Then what is the other resultant? The other component is equal to 10 sin theta is equal to 3P. The component along this direction is 3P, and this component balances this one. Now from here you can say get the value P. Solve square and add. This is equation number 1, and this is number 2. Square and add and get the value of P. And on solving, the value of P is found to be option A. The value is found to be option A. Solve and get the answer. Next one. Third one. A car is moving with the initial speed 5 meters per second at a constant braking force is applied, and the car is brought rest in a distance 10 meters, but the average speed of the car during. Now this is a uniform retarded motion, in which we can say that average velocity is equal to initial plus final by 2. Initial 5 and finally stop, and therefore 0 above 5 plus 0 by 2, and therefore the value is equal to box. So option is box. Next question. Consider a particle with simple harmonic motion, symbol x, a, k, u. They are the symbol displacement, amplitude, kinetic energy, everything is given. And at a certain instant, k by u, kinetic energy by potential. Kinetic energy by potential energy ratio is equal to 3. It's a known data for you. For an oscillator, the position where kinetic energy by potential energy ratio is equal to 3. That is when x is equal to a by 2, half the amplitude. When x is equal to a by 2, ke by pe ratio is equal to a by 2. And therefore, what is x by a? X by a is equal to 1 by 2. Therefore, now question number 4, the option is equal to box. Next question. Two thin convex lens L1 and L2 have focal length 4 and 10 respectively. They are separated by a distance x, and that is what is asked. Upon S is placed at the principal axis at a distance 12 centimeter to the left of L1. But now what we have to find out, what is the image location, so that the final image is formed at infinity mean. The emergent rays for the second lens is parallel. And therefore, first of all, we have to say what is the image position of this object for the first lens. F1 is given.
F1 for first lens L1 is equal to now 4 centimeter plus. And U, object position is going to be 12. We know the lens formula 1 by V minus 1 by U is equal to 1 by F. Therefore, what we require is V. 1 by V is equal to 1 by F plus 1 by U. Substituting 1 by plus 4. Now here U is minus. Therefore, is equal to minus 1 by 12. Equal to 12. 3 minus 1. 2 by 12 is equal to 1 by 6. Therefore, V is equal to plus 6. So the image is formed at 6 centimeter from here. Now the second lens is kept here so that the rays are emergent parallel. For with this intermediate image, which is going to act as the source for the second lens, is at its focal point. And therefore, this distance is the focal length of the second lens. Focal length of the second lens is given to you as 10. Therefore, what is the total distance? 6 plus 10, that is equal to 16 centimeter. So the option is equal to box. Question number 5, option is box. Next question. What is the de Broglie wavelength corresponding to the ball 10 gram moving with the, we know de Broglie wavelength, the lambda is gone by h by mb. Now here you have to substitute the value of h 6.6 into 10 raised to minus 34 by mass 100 gram into 10 raised to minus 3 kilogram into velocity 33. Simplify and the option is found to be box. To simplify, the option is box. Next question. Now we are given a laser source emit a light of wavelength 300 nanometer has got a power 3.3. Then the average number of emitted per second. If n is the number emitted per second, n into hc by lambda, that is energy per second. That is the power. And that is equal to 3.3. 10 raised to minus 3 watt. From this n is equal to 3.3 into 10 raised to minus 3 into lambda 300 nano, 10 raised to minus 9 lambda by h, 6.6 into 10 raised to minus 34 into c, 3 into 10 raised to 8. That on solving, the value is found to be 5 into 10 raised to 50. And 5 into 10 raised to 50 means option is equal to C. Option is equal to C. Next question. 8th question. A thin lens, convex lens, refracted in 1.5 hours, focal length 10 centimeter in air. When the lens is immersed in fluid, its focal length is 70 centimeter. Refractive index of the fluid. In the first case, when in air, focal length is 1 by, so 1 by 10 is equal to n minus 1. N minus 1 means 1.5 minus 1 into 1 by R1 minus 1 by R2. Equation number 1. When it is immersed in liquid, its focal length becomes 70. Therefore, 1 by 70 is equal to refractive index of the liquid, in which it is n2 by n1. That's called n2 by n1. n2 is 1.5 by n1 is the focal length, refractive index of the medium in which it is kept. That I don't know. Minus 1. So n2 by n1 minus 1 into 1 by r1 minus 1 by r2. Question number 1 is the question number 2. Now divide. Dividing, this will cancel out. And only unknown is n2. n2 can be solved. n2 on the solution, you get the value is equal to 1.4. This on solving, n2 is equal to 1.4. So option is equal to 11. Next question. For hydrogen spectrum, the wavelength in Balmer series, they are told that is Balmer series. What is the value of n1 and longest wavelength?
Balmer mean N1, N2. Now, if the de-excitation takes place to N2, then that is the Balmer series. If N1 it is Lyman, it is Balmer. N2, second level, N1 is equal to 2. And in the problem it's given that asked is the longest, energy smallest for next year. Therefore, N2 is equal to 3. Next level. And that is the shortest energy, longest wavelength. Therefore, the option is equal to A. Next question. Here there is a mistake in printing. The car P is heading east with the velocity v, and the car Q is heading north with the speed root 3, they said. But what they mean is root 3v, but that is not there. And hence the answer is not there. What they expect is velocity of car P is v, and the car Q, what they indent is root 3v, but that is not there. And hence answer is not there. The answer what they, as per this problem, answer is equal to root of v squared plus 3. That's the resultant magnitude. The tan theta angle is given by v by root 3. This is the resultant magnitude and this is the direction. That is not the reason. This data is not sufficient. Root 3 is not sufficient. Therefore, no answer. Answer is not there for that question. Now, next question, 11th. A particle at rest start from origin at a constant acceleration A that make an angle 60 degree with the positive y-axis. Displacement along y-axis 10 minutes to second. Then the magnitude of A. Particle at rest and acceleration constant and by an angle. Suppose this is x and this is y. Our acceleration is direction 60 degree y. So this is 60 degree. Here this is the acceleration vector. Now you can resolve and AX, AY is equal to A cos 60 is equal to A by 2. Acceleration along x direction is equal to A sin theta. Along this direction, X is equal to A sin 60 root 3 by 2. This is y direction. It starts from the rest and therefore uy is equal to 0. It said start from rest. Acceleration is equal to ay. Displacement along y direction. Y is equal to 10 meter. Time is equal to 2. Then along the y direction, it is conducting uniform accelerated motion. Therefore, s is equal to ut plus half it square if you write. Y is equal to 10 is equal to ut 0 plus of ay a by 2 into t square. Now, t is equal to 2 seconds. Therefore, a by 4 into 4. Therefore, a is equal to 10 unit. Therefore, the option is equal to A. Answer is A. Now, next question. 12. Suppose the force is given by kx square, where x is the dimension of length, where x is the dimension of length, then k is none. You know force, F is equal to m Lt minus 2 equal to kx square. X is length L square. Therefore, k is equal to m L minus 1 t minus 2. And the option is equal to m L minus 1 t minus 2 is LFM. This is the simplest question. One of the few simple questions are there. One among them is this one. Next. 30. A horizontal force is exerted on a 20 kilogram box to slide up on an inclined plane with an angle 30 degree. So, this is inclined plane and this angle is 30. This is our box.
and mass of the box 20, therefore is equal to 20 kilogram weight. Frictional force 80 Newton. When it is slide up, the friction is against 80 Newton. The box moves over constant speed is set. Magnitude of the force. Now a horizontal force. Force is applied horizontally like this. The force is applied horizontally, and therefore we can resolve this force. One parallel to the inclined up, and other one is normal to the inclined plane. And this angle is theta, this is theta, 30. Therefore, this is equal to F cos 30. A horizontal force up, the component of the applied force along the inclined plane upward is equal to F cos 30. That is the horizontal force upward, F cos 30. What is the duty of this force? The duty of the force, it is said that in spite of the fact this force is applied, it is moving with a constant velocity. And therefore, this force balances the net downward force on the inclined plane. What are the downward forces along the inclined plane? Component of the gravity. So this is equal to mg. Therefore, down the inclined plane, one of the forces is equal to mg sine 30. Is equal to 20 into 10 sine 30, 1 by 2. Also, when it moves up, frictional force is also downward. So mg sine theta is downward, F is also downward. So next downward force, frictional force. Frictional force is equal to, the value is equal to 18. Therefore, total downward force, this is equal to 100 plus 80, so 180 Newton. This is the net downward force along the inclined plane. That is balanced by F cos 30 because it is moved with a uniform speed. Therefore, F cos 30 is equal to 180. Therefore, F is equal to 180 by cos 30. Cos 30 is equal to root 3 by 2. 180 into 2 by root 3. That on calculation is found 120 root 3. So, answer is 11. Next question. Young double slit experiment which of the following statement is not true. It is that. Now straight away can we say that bandwidth beta is equal to d by d lambda. There if you come to the dot, distance between the fringe decreases when the separation between the slit and the screen increases. Capital D increases, beta decreases, that's it. But as per this problem, when D increases, beta increases. Therefore, the option is equal to dot. This is one of the other simpler question. Next. N capacitors, each one are connected in parallel to store charge of 1, and therefore when they are connected parallel, n number of them, therefore NC, because they are all connected in parallel. So n into capacity 10 raised to 1 microfarad, 10 raised to minus 6, VNC, into potential. We know CV is equal to Q, into charging potential 100 volt is equal to the total charge in the capacitor, that is equal to 1 coulomb. From this you can calculate number of capacitors that we employed. Number of capacitors is equal to 1 by 10 raised to minus 4 is equal to 10 raised to 4 number. So this much number of capacitors we employed. Next data day, if these n capacitors are connected in series, the equivalent capacity, that's equal to C by n. In series, effective capacity is equal to 10 raised to minus 6 by n. And that on calculation, obtain the calculation, the value is equal to C. This on calculation is equal to C. 10 raised to 4, take into numerator, 10 raised to minus 10.
Therefore, the option is C. Next question. A train consists of an engine of 3 coaches. Each first coach is closest to the engine. Third coach is farthest away from the engine. The train is moving with a constant acceleration A. We can suppose this is the engine and the 3 bogies like this. And system is moving with an acceleration A. And the question is, the force exerted by the first coach on the second one. Here, what is the tension? What is the tension? This is the tension. But now, if you mark these 2 coaches, this is accelerating with an acceleration A, basically. And that is because of the tension applied by this one on here. And tension is equal to ME. Therefore, T is equal to 2M into E. So the option is box. Next question. A uniform thin rod of 3 kg has got length 1 meter. The point mass 1 kg, 3 meter. This is the rod. 3 kg. And that 3 kg mass we can suppose to be at center from here. Here is equal to 0.5 meter. And here the mass is equal to 3 kg. One particle mass is 3 from this origin location. Next. 1 kg mass is attached at a distance 40 centimeter from the center. From here or here, I am going to mark here. From here 40 centimeter mean 0.9 from here. 0.9. There is 1 kg mass. Now there are 2 masses. And you have to find the center of mass of this. M1 x1, 3 into 0.5 plus M2 x2 by total mass. This on calculation, the value is equal to 0.6. Earlier, the center of mass is here at the center of the meter scale. Now, when this mass is added, the center of mass is 0.6 here. So, what is the change? The question is shifted by. So, the change is given by 0.6 minus 0.5 is equal to 10 centimeter. So, option is dock. Next question. A wheel is rolling on a plane surface. A point on the rim of the wheel at the same level as the center has a speed 4 meters. For pure rolling, here the velocity is 0, here it is v, here is equal to 2v, and here in level width, here the speed is root 2v. Pure rolling. So the net speed in level with the center is equal to root 2v. Now it is given that in the problem, this root 2v is equal to 4. V is equal to 4 by root 2. 2 root 2 meter per second. That is the speed of the center of mass. The speed of the center of the wheel is equal to 4 root 2. So the option is C. 19. Next one. Unpolarized light incident on a glass slab such that the reflector ray is totally polarized. If the angle of refraction is 30, if the incident ray is polarizing angle, I plus R, 90. Therefore, I is equal to 90 minus R, 30. Then the refractive index, tan I, tan 60, equal to root 3. 1.73. So the option is box. Next question. A planet has got a escape speed of 10 km per second. Radius of a planet, the acceleration due to gravity on the surface of that planet. Escape velocity formula, root of 2 Gm by R. And the question is here, that is equal to R squared G, root of 2 RG. From this, G is equal to V squared by
to R. That is acceleration due to gravity on that planet. B is given to you 10 kilometer by 2 into R 10,000, 10 raised to 4 into 10 raised to 3. Solve and get the answer. Answer is found to be elephant. This on solving elephant. 21. In Zener regulator power supply circuit shown figure, here Vz is given 10 volt. Up here load voltage is equal to Vz 10. V input is given 20. V input is given 20. Here V input is 20. Therefore, voltage across this one, voltage across the limiting resistor is equal to this plus this is 20. But therefore, VR is equal to VR, voltage across this one, VR is equal to 20 minus 10. Next, what is the current? Current given that load current, that is current here. IL is given. IL is how much? Load current 5 milliamp, 5 into 10 raised to minus 3. Load current. Zener current is given. The Zener current is 35 million. I said. Milli. Therefore, main current by Kirchhoff law, total current in the main current I is equal to IL plus IZ. So, 40 into 10 raised to minus 3. Now, VR is equal to I into R. Therefore, R is equal to VR by I. VR is equal to 10. By I, you calculated 40 into 10 raised to minus 3. This calculation option is 22. An average frictional force 18 Newton is required to stop an object in 25 meter. The initial speed of the object is 20 meters per second. The mass or the object. You know, its kinetic energy and work done are the same. Kinetic energy and work done is the same. Kinetic energy and work done F into S. Kinetic energy is given by half into M into velocity is given 20. Equal to force 80 Newton into 25. From this, find the value of M. And by the into 25 by into 2 by 20 square. That on calculation, the value is found to be 10 kilogram. So the option is equal to elephant. 23ാമത്തെ ചോദ്യം. An ideal gas in a closed container. Closed container, generally we say that volume constant, but in the problem said temperature is double and volume of the container is reduced to half. When temperature double, pressure doubles. When volume half, again pressure doubles, and therefore 4 times. That's okay. That is the situation. Or we can say PV by T is a constant. PV by T is a constant for this gas. Therefore, PV by T is equal to P dash. The volume halved, by temperature doubled. And the P dash, find it out. P dash is equal to 4. And therefore, the option is equal to 23 dog. 4 times. 24. A metal wire, natural length and cross section is fixed to one end, the mass hung from the other end. The elastic potential energy is given, hence modulus us. So you have to get the expression, or you have to write down the energy in terms of these given parameters, including y. And you know the energy U is equal to half load into extension. Half load F into extension. Extension is given by FL by AY. There half load into extension.
Extension is given by F L by AY. Energy. From this, you have to get the value of Y. So Y is equal to F square into L by 2A energy. F is given to you 2.4 kilo of 24 whole square. It's not Newton. Is mg 2.4 over 24 whole squared, and L length of the wire 0.5 by 2 into area cross section of the wire given to you 4 into 10 raised to millimeter square, 1 meter square 10 raised to minus 6 into energy given to 1.8 into 10 raised to minus 4. Simplify this and you get the answer 11. 2 into 10 raised to 11. Option is 11. Definitely you have to do all these calculations. It's okay. Next question, 25. Select the incorrect statement. Static friction force is always equal to mu. No, that is the maximum static friction force, not a static frictional force. So the first option itself is the incorrect statement, option E. So this is the one of the simplest question. Next question, 26. The angle of minimum deviation of the prism of angle 60 degree. Propriety index, but you know n is equal to sin a plus d by 2 by sin a by 2 equal to root 2 is equal to given sin 60 plus d by 2 by sin 60 by 2 sin 30. Therefore, we get sin 60 plus d by 2 is equal to 1 by root 2. 1 by root 2 means sin 45. Therefore, 60 plus d by 2 is equal to 45 degree. Therefore, d is equal to 40 degree. So, option is equal to C. 26. Option is C. Next question. An ideal dynamic gas of degree of freedom. Degree of freedom is equal to 5. No vibration mode, not vibrate. Degree of freedom is given 5. Its volume is compressed by factor 32 without any change of heat with adiabatic process. It's adiabatic, no heat exchange. PV raised to gamma is a constant. Therefore, PV raised to gamma is equal to P dash. P1 V raised to gamma is equal to P2 final pressure. And what about the volume? Compressed V by 32. V by 32 all raised to gamma. Gamma is n is equal to 5, therefore gamma is equal to n plus n, 7 by 5. It's equal to here gamma itself. V raised to gamma vertible. And what is the question as P1 by P2? P1 by P2 is equal to 32 all raised to gamma 7 by 5. 7 by 5, this is not calculation. The option is equal to 1 is to 128. 2 raised to 5, this about 2 raised to 7. So 1 is to 1 by 28. So option is equal to 28. A body moving in a straight line under the influence of a source of constant power, displacement D. There, we must have a knowledge information that a formula support you require that the displacement and time at a constant power distribution, or a constant power if acting on a system, then what we can write? S proportional to T raised to 3 by 2.
T raised to 3 by 2 at constant power. If power applied is constant, displacement depend on the time factor by the time S proportional to T raised to 3 by 2. Ingle, you can see that first case, 10 displacement 10 meter in 10 seconds. Therefore, 10 proportional to 10 raised to 3 by 2. Displacement in next step, we don't know. That is x proportional to 20 all raised to 3 by 2. This is question number 1. This is question number 2. Now, this can be done provided you know this formula. Displacement and time provided power constant. Displacement proportional to T raised to 3 by 2. You did in our material. From this, x by 10 is equal to 20 by 10 all raised to 3 by 2. About 2 raised to 3 by 2. Root 8. Root 8. About 2 root 2 into 10. 2 root 2. The 4, 2 cube 8, root 8. Root 8 means 2 root 2 into 10. About 20 root 2. That is dog. So option is equal to dog. 29. A glass capillary radius is going to put in a liquid of density, surface tension, respectively. The liquid in capillary rise a height of 5, then angle of contact. Now you know capillary radius is equal to 2s cos theta by r rho g. From this cos theta is equal to cos theta is equal to HR rho g by 2s. H is given 5 centimeter, 5 into 10 raised to minus 2. Into radius of the capillary tube is given 0.1, 0.15 into 10 raised to millimeter 10 raised to minus 3 into rho density into G 10 by 2 into surface tension of the liquid is given 0.12. Solve this, you get the value 60 degree. That is how the answer. So theta is equal to 60 degree and the option is equal to 11. A gun fires n bullet per minute. If mass of each bullet is 10 gram and each bullet travels with the speed 600, power delivered by the gun. Power is the energy, kinetic energy, energy per second, power. N is the small n is the number of bullets per second. Kinetic energy by, so let n be the number of bullets per second. N is the number of bullets per second. Then energy of n number of bullets per second is the power. So n into half mv square is equal to power 900. From this n is equal to 2 into 900, 9000 by mass of each bullet 10 gram, 10 into 10 raised to minus 3 into speed 600. This on calculation the value found to be 5. Yeah, but the question is not per second but per minute. So the number n, number of bullets per minute equal to 5 into 60. Option is equal to A. Next question. Air drop n number of electrons are stripped from an oil drop to make it a positively charged. Now it is a positively charged drop. And n into q, that is a positive charge on it, nq. Verticality field applied to the balance the force due to gravity.
Therefore, we equal EQ is equal to mg. E is the electric field, Q is the charge. Therefore, E into N is the number of electrons removed. Electronic charge 1.6 into 10 raised to minus 19. EQ is equal to mg. Mass mass of the order 80 micro into 10 about so much gram into 10 raised to minus kilogram into 10. Here the value of V is given. The value of E is equal to, so N is equal to 80 into 10 raised to minus 9 into 10 divided by 1.6 into 10 raised to minus 19 into E. E value is equal to 4.9 into 10 raised to 40. This on calculation 31, the answer is equal to box 10. Option is equal to box. Solve and get the answer. 32. Radiate nucleus has got a half-life. You are given half-life. The activity of 1 mole of nucleus sample is, you know, T mean is equal to 1 by lambda. Again, T half is equal to .693 TB is equal to 0.693 by lambda. Therefore, lambda is equal to 0.693 by T half. T half is given to you 693. That value is bound to be 1000. Now you know lambda. Then the question is, what is activity? Activity dN by dt. Lambda n. Lambda is equal to 0.693 by 693 into n is the number of nuclei. In how much? In 1 mole. In 1 mole, number of atom nucleus are, I've got one number n is equal to 6.023 into 10 raised to 23. This on a calculation, the value is equal to C. A projectile is thrown at an angle 60 degree above the horizontal with the kinetic energy 40 joule. Kinetic energy of the highest point of the trajectory. Here is equal to half mu square is equal to E. And here energy at the top equal to half m v square cos square theta. Their velocity will be cos theta. So half m v square cos square theta is equal to E cos squared theta. E cos squared theta, that is equal to 40 into cos squared projected at an angle 60. And 33, the answer cos 31 by 2 square 1 by 4, 10. So option is equal to E. At 34. A billiard ball B1 move with the velocity V1 collide with another billiard ball B2 at rest. After collision, since they didn't say about the nature of collision, we have to assume it is perfectly lost. Perfectly lost. No need. We are going to apply what is called momentum conservation. Apply momentum conservation alone. We can simply apply momentum conservation and see the answer. That's okay. Now the angle between the velocity of the two particles 90 degree. Okay. Suppose this is A billiard ball B1 moving with the velocity V, mass M.
This is V2 at rest. This is the line of motion. Now after collision, what happened? V1 deflected 60 degree, the first one V1. 60 degree, that means after collision, this is the direction of arrival. This one went like this at an angle 60 degree. With the V1. With the velocity V1. V1 deflected with the 60 degree with the initial direction with the velocity V1. Another data is given there, and angle between the velocity of these two balls 90 degree after collision, and therefore this is 60. Therefore the second ball B2, this is B1, B2 went like this, B2 with the velocity V2, so that this total angle is 90, therefore this angle is equal to 30 degree. This is the way they went after collision. This is the initial position, this is the final position. Now we can simply apply the moment of conservation law, horizontal and vertical. But there is no need that there must be perfectly elastic collision. There is no need of it. In horizontal, in the vertical direction, the vertical momentum after collision, before collision is 0. Then after collision, they must be opposite magnitude. After collision, in the vertical direction, what you can write? Mass is same, m, v2. This is cos and this is sine. Equal to the vertical momentum of this one, m, v1. This is cos and this is sine. M will cancel out. From this v2 into sine 31 by 2 is equal to v1 root 3 by 2. From this v2 by v1, v2 by v1 is equal to root 3 by 2 root 3. Root 3 by 2 by 1 by 2. Question. Now, along the horizontal direction, total momentum conservation, if we apply total momentum before mv equal to total momentum after along the horizontal direction, that's equal to m v2 cos 30 plus m v1 cos 60. M v2 v is equal to v2 cos 30 root 3 by 2. v1 cos 60 1 by 2. Now the question is the speed of v2 after collision. Speed of v2, that is v1. Above we have to replace v2. v2 is equal to root 3 v1. v2 root 3 v1 into root 3 by 2 plus v1 by 2 equal to v. Find the value of v1. Find the value of v1. That on calculation the value is equal to 11. This on solution the value is equal to 11. From this find the value of v1. Next question. Two satellites can be moved around the earth in a circular orbit r and 2r respectively. Kinetic energy of satellite A is 2 times the kinetic energy of satellite B. Ratio their masses. Now, two satellites A and B move around a circular orbit of radius r and 2r. This is the first one. Radius is r. The other one is equal to 2. Kinetic energy of two satellites. If the kinetic energy of A is 2 times the kinetic energy of the satellite B, kinetic energy of A radius I, the A, the B, then masses. Now here you know kinetic energy of A of ma into orbital speed root of gm by r. Gm by radius of the orbit whole square. Kinetic energy of B of mb into orbital speed root of gm by
radius of the orbit and 2r. The both are given, and what is the data again given there? The kinetic energy is twice the kinetic energy of B, that is half ma into gm by r equal to twice kinetic energy of B, half mb into m by. From this, find the value of ma by mb on calculation. Want to be 1:1. Option is equal to C. An object rests suddenly explode into 3 parts of equal mass. 2 of them move away at right angle to each other with equal speed 10. Then speed of the third part will be. Now like this. Moment of conservation. Now here it is 3 parts of equal mass. And 2 of them have got right angle and equal speed. But this is m into 10. Right angle. This is also m into 10. Now the third one, m into p dash. Third piece. The first, the second, the third. Then what we can say? The moment of conservation. The resultant of these two must be equal to this one. These two are equal momentum, mutually perpendicular. Therefore, root 2 m into 10, root 2 mb, root 2p. That is the resultant of these two. Equal to this one. M will cancel out. Therefore, b dash is equal to 10 root 2. So, the option is equal to 11. So, നമുക്കറിയാം എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാം എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും. ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാം എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ടാലന്റ് ഹണ്ട് പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി ഞങ്ങൾ നൽകുന്ന ഈ സ്കോളർഷിപ്പിലൂടെ ഉന്നത വിജയം നേടാൻ കഴിയും.
ഈ ക്ലാസുകൾ ലൈവ് ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് മോഡൽ എന്നീ രീതിയിൽ നടത്തപ്പെടുന്നു. നമുക്കറിയാം, എൻട്രൻസ് പരീക്ഷകൾ എളുപ്പമായിരിക്കില്ല ചില കുട്ടികൾക്ക്. പെട്ടെന്നൊരു ദിവസം എൻട്രൻസ് എക്സാമിന് ഒരുങ്ങുമ്പോൾ ചിലർക്കത് ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ സ്കൂൾ തലം മുതൽ, അതായത് 6ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അറിവിൻ്റെ അടിത്തറയ്ക്ക് ബലം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളെ എൻട്രൻസ് പരീക്ഷയ്ക്ക് പ്രാപ്തരാക്കുക എന്നതാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം. പ്രൊഫസർ PC തോമസ് ക്ലാസസ് ആൻഡ് ചൈതന്യ ക്ലാസസ് നേരിട്ട് നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന Hi, now question number 37, physics continuing. Two identical solid spheres, each of radius 10 centimeter, are kept in contact. Moment of inertia of the system about the tangent passing through the point of contact is 0.14 kilogram meter square. Then mass of each sphere. You can try like this. Two identical spheres, axis is passing through the tangent. So total moment of inertia can be added. So I is equal to 2 times moment of inertia of this sphere about the tangential axis, which is 7/5 mr square. That is 14 divided by 5 mr square. M and R are given. Sorry, M is asked, moment of inertia I given, R is also given. You can find out the answer. Check the answer, apple. Next one, 38. It's a NOR gate has two inputs, I1 and I2, and one input terminal Y. Which of the following configuration incorrect from the NOR gate? We know NOR gate for when both the inputs are zeros, output should be 1. That's why the incorrect option is B. So the correct answer is B. Kinetic energy of a particle of mass m1 moving with a speed v is same as kinetic energy of solid sphere of mass m2 rolling on the plane surface. Speed of the center of mass is also v while rolling, where m1 by m2 is. Kinetic energy of a particle has only translation, that is mass of the particle is m, its speed is v, so half mv square is the kinetic energy of the particle, which is equal to kinetic energy of a rolling body, which is the sum of translational and rotational. So we have learned the shortcut formula, half times mass is also same, mass is m2, mass is different, so write m2 into speed square. Speed of center of mass is given to be same, so speed square into 1 plus beta factor. What is the beta factor of this solid sphere, which is 2/5? Then you can directly get the ratio as option D, 7/5. You can try this calculation, and m1 by m2 7/5. Next one, line of sight communication happens by means of space wave communication. Option D, general topic from textbook. A ring of radius 1.75 meters stands vertically. A sphere of mass 1 kilogram, very small sphere, on the inside of the ring without slipping. So it has velocity 10 meters per second at the bottom. Then what's the velocity when it reaches the top? So first of all, we have a ring. Then we have a sphere. And this sphere is rolling, it's not sliding, it's rolling. When it climbs up, its speed reduces at the base. When it is at the base, at the bottom, you can see the ground line here. Zero line of potential energy, where the total mechanical energy is equal to half m into speed square, that speed of the center of mass, into 1 plus beta into 1 plus beta factor. Beta factor for the small solid sphere is 2/5. So half m is the mass, v is the speed of center of mass, into 1 plus beta is the total kinetic energy, and its potential energy as it is along the reference line assumed to be 0, equal to, when it reaches the top, when it reaches here, the speed is v dash, and that is asked. Now that is equal to half m v dash square. Mass does not change when it reaches top.
into 1 plus beta, that part also does not change, plus one additional term comes there, which is the change in potential energy. When it goes here, potential energy is mgh, where h is equal to 2r. Then you get 2 mgr. This much you have to calculate and find out v dash. Okay, then v dash you'll get as 5 root 2 meter per second, option E. Check here. Check here. 42. Signal of 5 kilohertz frequency, amplitude modulated on a carrier wave of frequency 5 megahertz. Frequencies of sidebands in communication. We have learned the concept. Upper sideband is equal to carrier frequency, we need in hertz, carrier frequency plus modulating signal frequency, FC plus FM. FC is 5 megahertz. FC is 5 megahertz and FM is 5, signal frequency is 5 kilohertz only. So 5 kilohertz can be written as 0.005 megahertz. So it should be 5.005 megahertz. Then lower sideband, FC minus FM, subtracting you get this one, so option should be C. 43rd one. String clamped at both ends, mass 10 gram, length 1 meter and kept under tension 1 Newton. Vibrating in fundamental mode with amplitude 1 centimeter, assuming standing wave pattern. What is the maximum acceleration seen in the string? Maximum acceleration, A max is equal to, we know when standing wave is produced in a string, the particles of the medium vibrate. And the maximum acceleration occurs when the particle passes through the mean position, which is given by omega square times the amplitude. But omega is not given. As it is vibrating for the fundamental frequency nu1 is equal to 1 by 2L root of T by mu. This we have learned. So omega 1 angular frequency for the same one can be written as omega equal to 2 pi nu. So nu equal to omega by 2 pi. So that omega is equal to what? 2 pi nu. So 2 pi divided by 2L into root of T by mu. Then substituting here, what is omega square? This 2 gets cancelled and pi square appears there, divided by L into root also cancels when you take the square, T by mu, T divided by mu times amplitude. Amplitude is also given 1 centimeter. Don't forget to convert into SI. Check the answer, option C. 44. Spherical ball subjected to pressure. What is the change in volume? From the formula for bulk modulus, we have learned delta V by V is equal to delta P divided by B. Here, delta P is given subjected to a pressure 100 atm. 100 atm means 100 into 10 power 5 Pascal divided by the bulk modulus is 10 power 11. Don't forget to convert into percentage by multiplication. So you get the answer, option B. 44 box. Now the next one, 45. A hollow sphere of radius r encloses electric dipole. We know dipole completely enclosed by the sphere. So there is no net flux. So flux should be 0, option D. 46th one. Work required to form a bubble. Work required to form a bubble against the excess pressure due to surface tension. Work done proportional to square of radius, because work done extra work proportional to the area, surface area of the bubble, which is 4 pi r square. So work done proportional to square of radius. So when radius changes by 1%, work changes by 2%. So answer should be apple. Each side of regular hexagon of resistance R. So we have a regular hexagon. What's the effective resistance between two opposite vertices? Let this one be and this one the next vertex. So R, series 3R. So 3R by 2, answer C. Metallic solid spheres A and B, radii R and 3R. After touching them together and left back to the separation,
ratio of final charges on spheres A and B. After sharing of charges, the potentials would be same. When voltage is same, charge bears the ratio of capacitance. Capacitance of an isolated sphere is proportional to its radius. That's why charge proportional to the radius. So ratio of radius is 1:3. So ratio of charge also 1:3, option B. Next one, a heat engine operates between hot and cold reservoirs. Engine takes 200 joule of heat from the hot reservoir, means that is Q1. Hot reservoir temperature is T1 and the engine takes heat Q1 and efficiency 0.4. So amount of heat delivered to the cold reservoir Q2 is asked. So first of all, we write the equation for the efficiency. Efficiency eta equal to W by Q1. So that W equal to eta Q1. Eta Q1 will be 0.4 into 200, that you get 80 joule. That is also there in option, that maybe, no, yes, that's there. But that's not the answer because Q2 is asked. So W equal to Q1 minus Q2, one more equation used. So Q2 equal to Q1 minus W, that is 200 minus 80, that is 120 joule. So correct option should be box. Next one, system of ideal gas undergoes a thermodynamic process. Care should be taken that the name of the process is not given, in which initial pressure and volume are equal to final pressure and volume. That means initial pressure equal to final pressure, initial volume equal to final volume. As there is no change in volume, initial and final volumes are same. So ultimately there is no change in volume. The work done should be 0. Delta W should be 0. So from first law of thermodynamics, delta Q equals delta U. So delta Q equals delta U. And also it's given that delta Q is the heat supplied to the system. When delta Q is the heat supplied to the system, delta Q is positive, for which delta U also should be positive. So delta U positive means delta U greater than 0. But in option C, delta U is not equal to 0 also given. But that can be defended, countered by using delta U less than 0 is possible also, right? So delta U is greater than 0 is the correct option, option B. Because nothing is mentioned about the nature of the process. Suppose it was an isothermal process. The products of pressure and volume should have been a constant. That is P1 V1 equal to P2 V2 or PV equal to constant. If it was so, delta U would have been 0. That time delta Q equal to delta W. One more option is there. So anyway, there is some sort of ambiguity it communicates in this question. Okay, anyway, we give the answer box. Next one. Gas having. Question number 51. RMS speed of gas having diatomic molecules at temperature T in Kelvin is 200 meter per second. Temperature becomes 40 and molecules dissociate into monatomic atoms. The RMS speed becomes root mean square velocity V RMS. We know the formula root of 3 RT by M. When the temperature becomes, see, 4 times, temperature becomes 4 times, a 4 comes in the numerator. And when molecule dissociates into monatomic one, mass have been halved. So 1 by 2 comes in the denominator. So 4 times to root 8. So root 8 times RMS velocity before it was 200. So answer should be 200 into root 8. Root 8 is 2 root 2. So answer should be 400 root 2 E. Confusing options are also there. Metallic bullet with initial velocity 500 meter per second penetrates a solid object and melts. Initial temperature of the bullet is 30 degree, melting point 280 degree. Ratio of total heat generated to the total initial kinetic energy of the bullet is, but total heat generated divided by initial kinetic energy. Total heat generated is the heat required to increase temperature from 30 to 280. That is mass into specific heat capacity. Mass into specific heat capacity. MS delta T, that is 250 degree, plus for melting that bullet completely, latent heat
m into specific latent heat of fusion of the metal 3 into 10 power 4. Okay, divided by initial kinetic energy of the bullet half into m into speed square. Speed is 500 so square. Okay, you can check the answer. 52 correct answer option E 11. You can check answer 0.64. Next one, identify electromagnetic wave produced by valves, electronic valves, microwaves. So 53 answer should be box. Knowledge level only. A long wire carrying current 5 ampere lies along positive z axis. Field at the point position vector is also given. So field, formula for field due to a very long wire, V equal to mu 0 I divided by 2 pi r, that is equal to 4 pi into 10 to the power minus 7 into current is 5 ampere divided by 2 pi into radial distance. That should be the perpendicular distance. As the wire is held along z axis, the perpendicular distance is root of 1 square plus 2 square, that is root 5. So perpendicular distance is root 5. So this will be 2 root 5. 2 root 5. So answer option A. 2 root 5 into 10 power minus 7. Now 55. A long wire, which of the following is scientific principle behind ultra high magnetic fields? It's superconductivity. That's a knowledge level question given in NCERT. A laser beam with energy flux given. Momentum delivered for complete absorption. For complete absorption, momentum delivered is equal to IAT divided by C. Energy by velocity. Energy is intensity times area times time. IAT is energy. So energy by velocity. You can substitute as it is given and check the answer option C. Check the answer option C. Next one. Series LCR circuit. What is the value of capacitance for which maximum current can flow through it? Maximum current flows at resonance. Then at resonance frequency, omega square equal to 1 by LC. So C equal to 1 by L omega square. Substitute L 50 millihenry, omega 500, okay, directly, and get the answer. Option 57, option D is the right choice. Option D. Now 58. Magnetic field of 10 power minus 4 K cap Tesla exerts a force 4I minus 3J into 10 power minus 12 Newton on a particle having charge 10 power minus 9 Coulomb. The speed of the particle. Okay, in here, the speed only is asked. Okay, nothing asked about the velocity. That means direction of velocities of the particle is not given, not asked. Therefore, the speed of the particle for getting, we assume the force to be maximum. So, maximum force is equal to QVB. Then speed is equal to maximum force divided by QB. Maximum force, how much? The magnitude of the force should be Pythagoras theorem root of 4 square plus 3 square, that is 5. 5 into 10 to the power minus 12 divided by Q 10 power minus 9 and B given 10 power minus 4. This will give you 50. So the correct answer is option C. 59. A simple pendulum experiment. Uncertainty in the measurement of acceleration due to gravity. G formula 4 pi square L by T square. So delta G by G is equal to delta L by L plus 2 times delta T by T. Delta L, 1 millimeter accuracy, that is 0.1 centimeter. Length 25 centimeter. Multiply by 100 to get in percentage. Plus 2 times. Delta T, 1 second accuracy divided by T. Time for 100 oscillations is given to be 100. Multiply by 100 to get into percentage. Then you will get the correct answer as 2.4. Option D is the right choice. Now next one. Combination of two charges plus 1 and minus 1 nanocoulomb separated by some distance constitute to electric dipole. In electric field 1000 volt per meter, angle 45, torque and potential energy. We know angle 45, so torque and potential energy are to be numerically same. Torque is P sin theta, potential energy minus P cos theta. So they are to be numerically same. So whichever options they are same options, A, then
option D, then option E. So 3 options are there. Let us choose any one of that equation for torque or potential energy. So PE sin theta. PE sin theta. Substituting, you will get the answer option A. Sorry. So 60 answer apple. 61. The current carrying coil of inductance 60 millihenry. Current changed from 2.5 ampere in one direction to 2.5 ampere in the opposite direction in 0.1 second. Average induced EMF. Formula used, V is equal to inductance modulus L di by dt. L is 60 millihenry. 60 times 10 power minus 3. Di is 5. 2.5 minus 2.5. That is 5 divided by 0.1. So the answer should start with 3. Only one option. Next one. Inductor coil internal resistance. Coil has a resistance of 50 ohm and consumes 200 watt power. Energy also given magnetic energy. Inductance of the coil. Energy formula U equal to half L I square. But power is given, current is not given. Use the formula power is equal to I square R. That is U equal to half L into I square can be written as P by R. From this equation, you can directly find out the value of L. You get the answer 90 millihenry, option A. Next one, 63rd one. A current carrying coil formed by winding 200 turns per centimeter. Number of turns per centimeter increased to 201, keeping current constant. Magnetic field inside the solenoid changes by. Formula for field inside solenoid near center, assuming uniform field for a long solenoid, mu 0 Ni. That is B proportional to N, current remaining constant, core also remaining same. So B dash proportional to N dash. That is B dash by B equal to 201 divided by 200. Subtracting 1 on both sides, B dash minus B divided by B equal to 1 by 200. Convert into percentage by multiplying by 100. So 100 by 200, 0.5. So the correct answer is option C. 64th one. Metallic cylinder of wire A, length 10, radius 3 millimeter. Another one, hollow B, same length but inner radius 3, outer radius 4. Ratio of resistance of wires A to B. Resistance A by resistance B equal to rho L by A, but rho same, material same, L same. So inversely proportional to the area. Area of B divided by area of A. What is the area of A? Pi R square. R square is 3 square. Radius square. What about numerator? The inner and outer radius. So this difference area we need. So pi R2 square minus R1 square, pi gets cancelled. R2 square minus R1 square would be 4 square, 16 minus 3 square, 9. That is 7 by 9. Option A should be the right choice. 65. A small bar magnet lies along Z axis with its axis fixed, center fixed at origin. Field is 4 into 10 power minus 6 Tesla at distance 5 I cap. 5 I cap is along x axis. Field at 10 J cap. We know field along bisector at same distance will be exactly half that of field along the axis. Field along the axis is given 4 into 10 power minus 6. Field along the axis is 4 into 10 power minus 6. Along bisector at same distance it would have been half. But the distance is not same. But what? Distance ആദ്യം 5 ആയിരുന്നു, ഇപ്പൊ 10 ആണ് അല്ലേ? ഡിസ്റ്റൻസ് ഡബിൾ ആയിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഡബിൾ ആവുമ്പോൾ ഫീൽഡ് 1/8 ആവും. ഡിസ്റ്റൻസ് വെൻ ഡബിൾഡ് ഫീൽഡ് ബിക്കംസ് 1/8. ഓക്കെ, 1/8. അപ്പൊ ഫീൽഡ് ഡിസ്റ്റൻസ് ഡബിൾ ആവുന്നത് കൊണ്ട് ഫീൽഡ് 1/8 ആവുന്നുണ്ട്. ആക്സിസിൽ നിന്ന് ബൈസെക്ടറിലേക്ക് പോകുന്നത് കൊണ്ട് പകുതിയും ആവുന്നുണ്ട്. അപ്പൊ 4 divided by 16, that is 1/4. 1/4 is 0.25. So 0.25 into 10 power minus 6. 0.25 into 10 power minus 6. So option A should be the right answer. 2.5 into 10 raised to minus 7. Next one, 66. Ideal gas. Volume by factor 2 compressed. Volume halved. You know, pressure doubled as temperature is a constant.
but speed of sound in air unaffected, because P by rho is a constant. Well, several times we have learned P by rho equal to RT by M. P by rho is a constant as temperature is a constant, so remains unchanged. 67th one. Magnetic meridian. BH is given. BH and dip is given. True dip is given. Then what is the field? Resultant field at the location. So from the right triangle, what we have already learned for learning dip, okay, can be drawn like this. This be the dip, and this is BH and this is B. So that we get cos theta is equal to BH by B. So that B is the resultant field, that is equal to BH divided by cos theta. That is 0.6 by cos 60, that is 0.72, option A. Next one. Resistance are connected across an ideal battery. Power is P. One more resistance added in series. Resistance become 2 times as they are in series. Identical. 2R. Okay, but connected across the same source, same voltage. So P proportional 1 by R. Resistance doubled, so power halved, P by 2. Option D is the right choice. Next one. Toroidal coil 500 turns, wire carries some current. Metal ring inside the toroid provides core and susceptibility given magnetization, given M value, given radius of the ring. If you do carefully, you will get the answer. Listen here. Formula for magnetic field flux density due to solenoid mu 0 Ni. Due to toroid also same mu 0 Ni, but that N is N divided by 2 pi R, where R is the radius. So radius R is equal to mu 0 Ni divided by 2 pi into B. But what is that B? B equal to what? Formula mu 0 mu R H. Mu 0 mu R H. But susceptibility chi is equal to M by H. So that H is equal to M by chi. So this H can be replaced by M divided by chi. Okay. Now, mu R is known to be given as 1 plus chi. So chi has very small value. Susceptibility chi has value 2 into 10 power minus 5 only. So that this can be written as only 1, because chi is negligibly small in comparing with 1. So that you can write mu R as to be 1. Okay, and see this cancellation. Mu 0 gets cancelled. So number of turns 500 into current 2 pi into susceptibility 2 into 10 power minus 5 divided by 2 pi into M. 2 pi into M. What is M? 5 into 10 power minus 2. So 2 pi and 2 pi gets cancelled. 505 gets 100. So 200 into 10 power minus 3. 200 into 10 power minus 3. That is 0.2 meter. That is 20 centimeter. Option D is there. That should be the correct answer. Next one. When vibrating fork, Doppler effect. Frequency of the fork is given. Formula for Doppler effect frequency nu dash is equal to nu into V divided by V minus Vs as listener is at rest and source is approaching. Nu dash is given as 350. Nu is not known, that is asked, into V is also 350 divided by 350 minus source velocity 50, 300, 350 cancels, nu equal to 300. It's a very simple question and direct one. Option D is the right one. 71. Rod PQ slides motional EMF because conductor is moving in external field. It is given that this conductor is performing simple harmonic motion with amplitude 5 centimeter and frequency 10 hertz. Magnetic field is 10 power minus 4 Tesla directed perpendicular to the plane. Peak induced electromagnetic force means peak induced EMF. Here conductor is moving, so it should be motional EMF. So maximum motional EMF V0 is equal to B L into small v, where small v is the velocity. But B constant, L constant. Velocity is variable as it is oscillating. During oscillation, maximum velocity occurs when it passes through mean position. Maximum velocity at mean position is A omega. So that much only. Directly given. B given. L given. A is the amplitude. A is the amplitude. Amplitude is given here. 5 centimeter. Convert into meter. Then omega. Omega. Frequency 10 hertz given. Convert omega by using 2 pi nu.
then you will get the correct answer as 71. Correct answer is option C. Option C should be the right choice. Option C. And the last one, effective resistance between A and B. You can break this circuit at this point due to axial symmetry, and R. These are in series, so 2R and R parallel, 2R by 3. This one R. So R and R series 2R and 2R by 3 in series. That you get what? 3 into 2, 6 plus 2, 8. So you get 8R by 3. Then remaining part you take the half, because this is also in parallel. We have very common and popular problem 1 by 2. That is 4R by 3. Option D should be the right choice. 72D. With that, we completed the discussion of physics part. Thank you. Thank you very much.